ഗുഡ് ഈവനിങ്. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മള് ലാസ്റ്റ് ക്ലാസ്സിലെടുത്ത് ഡി ആൻഡ് എഫ് ബ്ലോക്ക് അല്ലെ. ഡി ആൻഡ് എഫ് ബ്ലോക്കിൽ എവിടെ വരെ എടുത്തു ഓർമ്മയുണ്ടോ? പ്രിപ്പറേഷൻ ഓഫ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് എടുത്തു ആദ്യം, K2Cr2O7. പിന്നെ എന്തെടുത്തു? KMnO4 ഫുൾ എഴുതിയോ? ഇല്ല, പ്രിപ്പറേഷൻ അല്ലെ, റിയാക്ഷൻ മാത്രം എടുത്തുള്ളൂ. അപ്പൊ ഡി ആൻഡ് എഫ് അവിടെ വരെ നമുക്കൊന്ന് ആദ്യം മുതൽ ഒന്ന് ഓർഡറിലൊന്ന് പറഞ്ഞു നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇല്ലാത്ത കുട്ടികൾ ഒന്ന് ശ്രദ്ധിക്കാൻ ഇപ്പൊ ചോദിക്കുകയും ചെയ്യും കേട്ടോ. ഓർത്ത് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും വേണ്ട, ഈ ക്ലാസ്സിൽ ഇരുന്നാൽ മതി. നമ്മൾ ഓർത്ത് നോക്കാം. ഡി ആൻഡ് എഫ് പഠിക്കുന്ന സമയത്ത് ആദ്യം ഞാൻ പറഞ്ഞേക്കുന്നത് എവിടെയും വരെ 21 മുതൽ 30 വരെ ആറ്റമിക് നമ്പേഴ്സുകൾ കറക്റ്റ് ആയിട്ട് അറിഞ്ഞു വെക്കണം. 21 എന്തായിരുന്നു? സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ്, അയൺ, കൊബാൾട്ട്, നിക്കൽ, കോപ്പർ, സിങ്ക് ചോദിക്കും, കിട്ടണം കേട്ടോ. ഓർത്ത് നോക്കാം. അപ്പോ അവിടെ ഇവർ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് രണ്ടാമത് അപ്പൊ ചാപ്റ്റർ തുടങ്ങുന്നതിന് മുമ്പ് ഇത് രണ്ട് കാര്യങ്ങൾ ഓർത്തു നോക്കണം. അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടണം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓക്കെ. 21 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 20 എന്ന് പറഞ്ഞാൽ 4s2 ആണ്. അപ്പൊ 21 എന്ത് വരും? 4s2 3d1. അടുത്ത എന്തായിരിക്കും? 22 4s2 3d2. അങ്ങനെയാണെങ്കിൽ 28 എന്തായിരിക്കും? 4s2 28. 22 4s2 3d2 ആണ്. 28 എന്തായിരിക്കും? 4s2 3d8. അതിന്റെ ട്രിക്ക് മനസ്സിലായല്ലോ? ഓർത്ത് നോക്കാം. അപ്പൊ 27 എന്തായിരിക്കും? 3d7 അല്ലെ. ഓർത്ത് നോക്കുക. അങ്ങനെ ഓർത്ത് നോക്കുക. രണ്ടാൾക്കാർ മാത്രം എക്സെപ്ഷൻ. ആരൊക്കെയാണത്? ക്രോമിയം ഫാമിലി ആൻഡ് കോപ്പർ ഫാമിലി. SC എന്ന് ഒരെണ്ണം അപ്പുറത്തേക്ക് എന്ത് ചെയ്യണം? മെർജ് ചെയ്ത് മാറണം. ബാക്കി എല്ലാം സെയിം ആണ് ആക്ച്വലി. അങ്ങനെയാണെങ്കിൽ അയൺ 26 പറ. 4s2 26 3d6 കണ്ടോ? ഓർത്ത് നോക്കാം. അപ്പൊ അത് കിട്ടണം കറക്റ്റ് ആയിട്ട്. അത് നമ്മൾ വരച്ചു. ഇത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു? ഏകദേശം 12 ടോപ്പിക്സ് ആണ് നമ്മൾ എഴുതിയത്. ഏകദേശം കറക്റ്റ് ഓർഡറിൽ കിട്ടണം. ഫസ്റ്റ് ട്രാൻസിഷൻ എലമെന്റ്. സെക്കൻഡ് ടോപ്പിക് ഫിസിക്കൽ പ്രോപ്പർട്ടി. വാട്ട് യു മീൻ ഫിസിക്കൽ പ്രോപ്പർട്ടി? ബോയിലിംഗ് പോയിന്റ്, മെൽറ്റിംഗ് പോയിന്റ്, ഒരു വേർഡ് ഉണ്ട്, അത് വേണം. അതിൽ വന്നേക്കുന്ന കോമൺ അല്ലാത്ത ഒരു വേർഡ് ഉണ്ട്, അതെനിക്ക് കിട്ടണം. ആറ്റമൈസേഷൻ എൻതാൽപി. ടെക്സ്റ്റ് ബുക്കിലെ ഇൻടെക്സ്റ്റ് ക്വസ്റ്റൻ ആണത്. ആറ്റമൈസേഷൻ എൻതാൽപി. 2 ക്വസ്റ്റ്യൻ കിടപ്പുണ്ട് അവിടെ കേട്ടോ. ഓർത്ത് നോക്കാം. ആറ്റമൈസേഷൻ എൻതാൽപി. ഇത് ആ ഒരു ടോപ്പിക്കിന് അണ്ടറിൽ ഓർത്ത് നോക്കണം. ഫിസിക്കൽ പ്രോപ്പർട്ടിയുടെ അണ്ടറിൽ തന്നെയാണ് അവർ എഴുതി വെച്ചേക്കുന്നത്. ഓക്കെ. ദെൻ ഫിസിക്കൽ പ്രോപ്പർട്ടി കഴിഞ്ഞ തേർഡ് ടോപ്പിക് അയണൈസേഷൻ എൻതാൽപി അല്ലെ. അയണൈസേഷൻ എൻതാൽപി തന്നെ ഫസ്റ്റ് സെക്കൻഡ് അങ്ങനെ പറഞ്ഞുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ട്. കോപ്പറും ക്രോമിയവും തന്നെ എക്സെപ്ഷൻ ക്വസ്റ്റൻ ആയിരുന്നു. അത് കഴിഞ്ഞ് ഫോർത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. മിഡിലേക്ക് വരുമ്പോൾ കൂടും, എന്നിട്ട് എന്ത് ചെയ്യും? കുറയും. ഏറ്റവും ഹയസ്റ്റ് ഏതിനായിരുന്നു? മാംഗനീസ്. ഹെഡിങ്ങുകൾ ഓർത്ത് വെക്കണം കേട്ടോ. ആ ഹെഡിങ് ഓർത്ത് വെച്ചാൽ അതിന്റെ കണ്ടന്റ് ഓർത്ത് വെച്ചാൽ മതി. കുഞ്ഞു പോയിന്റ് ആയിട്ടാണ് എഴുതിയേക്കുന്നത് അല്ലെ. ഓർത്ത് വെക്കാം. അപ്പൊ ഫോർത്ത് ഹെഡിങ് എന്തായിരുന്നു? ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫിഫ്ത് എന്തായിരുന്നു? ട്രെൻസിൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയാം. ട്രെൻസിൻ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ. ദെൻ സിക്സ്ത് സ്റ്റെബിലിറ്റി ഓഫ് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Mn2O7 അല്ലെ. Mn2O7 ഹയർ വരുന്നുണ്ട്. അവിടെ നമ്മൾ പറഞ്ഞു എന്താണ്? ഓക്സിജന് മൾട്ടിപ്പിൾ ബോണ്ട് ഉണ്ട്. അപ്പൊ 6 ഹെഡിങ് ആയി. ദെൻ നെക്സ്റ്റ് മാഗ്നറ്റിക് പ്രോപ്പർട്ടി. പിന്നെ എന്തായിരുന്നു? മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഇക്വേഷൻ എന്തായിരുന്നു? ന്യൂ ഈക്വൽ ടു റൂട്ട് ഓഫ് n into n+2. ദെൻ നെക്സ്റ്റ് സെവൻത് കളേർഡ് അയോൺ കേട്ടോ. കളേർഡ് അയോൺ. ദെൻ നയൻത് അതിനു മുമ്പ് അലോയ് ഫോർമേഷൻ പറഞ്ഞു. ഓക്കെ, അത് ഏറ്റവും ലാസ്റ്റ് ആണ് കിടക്കുന്നത്. കോർഡിനേഷൻ കോമ്പൗണ്ട് കേട്ടോ, അല്ലെങ്കിൽ കോംപ്ലക്സ് കോമ്പൗണ്ട്. അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട് കേട്ടോ. ഓർത്ത് നോക്കുക. ഇൻഡസ്ട്രിയൽ കോമ്പൗണ്ട്. ദെൻ നെക്സ്റ്റ് അത് കഴിഞ്ഞാൽ അലോയ് ഫോർമേഷൻ കേട്ടോ. ഓർത്ത് നോക്കുക. ഏകദേശം ഇത്രയും ടോപ്പിക്സ് ആണ് വലിയ ടോപ്പിക് ആയിട്ട് അവിടെ കിടക്കുന്നത്. അത് കറക്റ്റ് ഓർഡറിൽ. അപ്പൊ ഈ ഹെഡിങ് പറയുമ്പോൾ എനിക്ക് അതിൽ നിന്ന് വേർഡ് കിട്ടണം. ഇനി ഇതിലൊരു 6 ഹെഡിങ്സും ഡാഷ് ആയിട്ട് റിലേറ്റഡ് ആണ്. ഒരു വേർഡ് ആണ് ആ ചാപ്റ്ററിനെ കൺട്രോൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു വേർഡ് എന്തായിരുന്നു? അൺപെയ്ഡ് ഇലക്ട്രോൺ. ഇപ്പൊ മാഗ്നറ്റിക് മൊമെന്റ് ഏറ്റവും ഹയസ്റ്റ് മാംഗനീസ് ആണ്. വൈ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും എന്താണ്? മാംഗനീസ് കണ്ടെയ്നിങ് 5 അൺപെയ്ഡ് ഇലക്ട്രോൺ. അൺപെയ്ഡ് ഇലക്ട്രോൺ ഇൻക്രീസസ്, ഇന്റർ ആറ്റമിക് ഇന്ററാക്ഷൻ ഇൻക്രീസസ്. എന്തായിരിക്കും അല്ലെ? ഓർത്ത് നോക്കുക. ഫിസിക്കൽ പ്രോപ്പർട്ടി ഒക്കെ ഇൻക്രീസ് ചെയ്യും. ഫിസിക്കൽ പ്രോപ്പർട്ടി അല്ലെ. മെൽറ്റിംഗ് പോയിന്റ് ഹയസ്റ്റ് ഇൻ ടങ്സ്റ്റൺ. വൈ. ദെൻ മെർക്കുറി ലിക്വിഡ്. വൈ. അതിനൊക്കെ എന്താ ആൻസർ? ഉണ്ട്. അപ്പൊ ഹൈസ്റ്റ് ആ ക്രോമിയം ഫാമിലിയിലാണ് ടങ്സ്റ്റൺ കിടക്കുന്നത്. അതിന്റെ ഏറ്റവും താഴെ ഉണ്ടോ. അപ്പൊ അവരൊക്കെ എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. വൈ എന്ന് പറയുമ്പോൾ ഈ ജനറൽ ആയിട്ടുള്ള ഈ കാറ്റഗറിയാണ്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ടത് ഡി ആൻഡ് എഫ് പഠിക്കുമ്പോൾ ഹെഡിങ്സ് ആദ്യം പഠിച്ചു നോക്കുക. മൈൻഡിന് കറക്റ്റ് ഹെഡിങ്സ് ആണ് വേണ്ടത്. അത് കഴിഞ്ഞാൽ ആ ഓരോ ഹെഡിങ്സിലും കുഞ്ഞു പോയിന്റ് ആയിട്ട് ആ നോട്ട് ചെയ്തേക്കുന്നത് നോട്ട് വെച്ച് പഠിക്കാൻ നോക്കുക കേട്ടോ. ഓർത്ത് നോക്കാം.
ബാക്കി ചാപ്റ്റർ പോലെ നോട്ട് വെക്കുക. കാരണം ചാപ്റ്ററുകളിൽ എഴുതുമ്പോൾ ഓരോന്ന് എഴുതിയിട്ട് ഭയങ്കര എക്സ്പ്ലനേഷൻ നോട്ടാ, അത് വേണ്ട, ചെറുതാണ്. ക്വസ്റ്റ്യൻസ് കണ്ടമാനം വെറൈറ്റിയിൽ ചോദിക്കും, കണ്ടമാനം വെറൈറ്റിയിൽ അവർക്ക് കിട്ടാത്ത രീതിയിലൊക്കെ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും ആക്ച്വലി. അപ്പോ അങ്ങനെയൊക്കെ വരണം. ഇപ്പൊ അതെ TiCl4 TiCl4 TiCl2 which is colored ion and why? എന്തായിരിക്കും? സ്കാൻഡിയം, ടൈറ്റാനിയം അല്ലെ? ടൈറ്റാനിയം എന്ന് പറയുമ്പോൾ എന്താ വരും? 22 എന്ന് പറഞ്ഞാൽ എന്താ? 4s2 3d2. ഇതിന്ന് ആദ്യത്തെ ഏരിയയിൽ ഏത് ക്വസ്റ്റ്യൻസ് ചോദിച്ചാലും നമുക്ക് എന്ത് കിട്ടണം? എന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടണം. ഇവിടെ നിന്ന് TiCl4 എന്ന് പറഞ്ഞാൽ എന്താ? +4. ഇതെന്തായിരിക്കും? -1 ഉണ്ടോ? അപ്പൊ +4 എന്തായിരിക്കും? 0. അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടോ? ഇല്ല. അങ്ങനെ വന്നാൽ അത് എന്തായിരിക്കും? കളറ് ഉണ്ടാവില്ല. അതേസമയത്ത് ഇവിടെ നോക്കിയേ, ഇത് +2 ആണ്. +2 വരുമ്പോൾ എന്ത് വരും? 4s0 3d2. എത്ര അൺപെയ്ഡ് ഉണ്ട്? 2. സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം. വനേഡിയം 3+. 3d2. കളർ ഇല്ല. അൺപെയ്ഡ് ആണെങ്കിൽ DD ട്രാൻസിഷൻ നടക്കും, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽ ആണെങ്കിൽ നടക്കില്ല. അപ്പൊ സിങ്ക് എന്തായിരിക്കും? കംപ്ലീറ്റ്ലി ഫിൽ ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. സിങ്ക് കംപ്ലീറ്റ്ലി ഫിൽ ആണ്. വനേഡിയോല് വെച്ചേക്കുന്നത് 3+. ടെക്സ്റ്റ് ബുക്ക് എടുത്ത് എക്സെപ്ഷൻ ഉണ്ടാവാൻ വേണമെങ്കിൽ കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അത് കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കിടപ്പുണ്ട്, നമുക്ക് നോക്കാം. ഗ്രീൻ കളറാണ് വനേഡിയം 3+ന് കേട്ടോ, ഓർത്ത് നോക്കാം. അതെ, ഗ്രീൻ ഉണ്ടോ? ഉണ്ടോ? ഓർത്ത് നോക്കാം. ഗ്രീൻ കളർ ഐഡിയ മനസ്സിലായോ? ചോദിച്ചു. ടൈറ്റാനിയം 4+. എന്താണ്? കളർലെസ്. ഇതിൽ നിന്നാണ് ക്വസ്റ്റ്യൻ ഉണ്ടാക്കുന്നത്. ചോദിച്ചു. കളർ അൺപെയ്ഡ് ഉണ്ടായാൽ എന്തായിരിക്കും? കളേർഡ്. കംപ്ലീറ്റ്ലി ഫിൽ ആവണം, അല്ലെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോൺ ഉണ്ടാവാൻ പാടില്ല കേട്ടോ. ഇത് എവിടെ നിന്ന് വരുന്നത് കേട്ടോ? ഈ ടേബിളിൽ നിന്ന് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കണേ കണ്ടോ? ഇത് കണ്ടോ? ഈ ടേബിളിൽ കണ്ടോ? ആൾക്ക് ഡൗട്ട് വന്നു. ഇപ്പൊ V3+ ഇതിൽ ടെക്സ്റ്റ് ബുക്കുകൾ കാണിച്ചു വെച്ചേക്കുന്നത്. ഈ ടേബിളുകൾ മുഴുവൻ കാണാതെ പഠിക്കാൻ പറ്റുമോ നമുക്ക്? ഇല്ല, കൺസെപ്റ്റേ പഠിക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഓർത്ത് പോകാം. ആ കൺസെപ്റ്റിന്റെ ട്രിക്ക് എന്താ? ഒരു എലമെന്റ്, ആ എലമെന്റ് ഔട്ടർ മോസ്റ്റ് സെല്ലില് അൺപെയ്ഡ് ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും? കളേർഡ് ആയിരിക്കും. മാഗ്നറ്റിക് മൊമെന്റ് ഉണ്ടാവും. മനസ്സിലായോ? പിന്നെന്താ? മെൽറ്റിംഗ് പോയിന്റ് ഹൈ ആയിരിക്കും. അങ്ങനെ കുറെ കാര്യങ്ങൾ ഉണ്ടാവുന്നു. മനസ്സിലായോ? അപ്പൊ അത് വെച്ച്, ആ ഒരു പോയിന്റ് വെച്ച് തന്നെ കുറെ കൺസെപ്റ്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. അതാണ് ആ പറഞ്ഞത് കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ എടുത്തത് എന്തായിരുന്നു? പൊട്ടാസ്യം K2Cr2O7 പ്രിപ്പറേഷൻ എടുത്തു. പറയ് ഓർഡറില്. പ്രിപ്പറേഷൻ, അത് കഴിഞ്ഞ എന്താ എടുത്തേ? സ്ട്രക്ചർ, അത് കഴിഞ്ഞ ഓക്സിഡൈസിങ് ആക്ഷൻ, റിഡോക്സിന്റെ അല്ലെ, ഓർത്ത് നോക്കുക. ഓക്സിഡൈസിങ് ആക്ഷൻ. അത് കഴിഞ്ഞ പ്രിപ്പറേഷൻ ഓഫ് എന്തെടുത്തു? KMnO4 അല്ലെ, KMnO4. അപ്പൊ ഇത്രയാണ് നമ്മൾ ലാസ്റ്റത്തെ ഒരു 2-3 ക്ലാസ് ആയിട്ട് എടുത്തേക്കുന്നേ കേട്ടോ, ഓർത്ത് വെക്കുക. 3 തേർഡ് ക്ലാസ് കഴിഞ്ഞു, 4th ക്ലാസ്. അപ്പോ ഓർത്ത് വെക്കുക, ഹെഡിങ് എഴുതിക്കോ കേട്ടോ. ഇന്നത്തെ ക്ലാസ് നമുക്ക് തുടങ്ങാം. ലാസ്റ്റ് എഴുതിയത് നമ്മൾ പ്രിപ്പറേഷൻ അല്ലേ? ഓക്കെ. അപ്പൊ ഹെഡിങ് എഴുതി വെക്കുക. സ്ട്രക്ചർ ഓഫ് മാംഗനേറ്റ് അയോൺ ആൻഡ് പെർമാംഗനേറ്റ് അയോൺ. സ്ട്രക്ചർ ഓഫ് മാംഗനേറ്റ് അയോൺ ആൻഡ് പെർമാംഗനേറ്റ് അയോൺ. Structure of manganate ion and permanganate ion. ഒരു മിനിറ്റ്.
മാംഗനീസ് എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം KMnO4 ആൻഡ് K2MnO4 അങ്ങനെ രണ്ടെണ്ണമാണ് ആക്ച്വലി. പെർമാംഗനേറ്റ് എന്ന് പറഞ്ഞാൽ K2MnO4 ആണ്. ഇതാണ് നമ്മൾ ആദ്യം പറഞ്ഞത് K2MnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത് KMnO4 പെർമാംഗനേറ്റ്. K2MnO4 രണ്ട് പീസായിട്ട് ഇതിന്ന് ഈ K2 റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ വിളിക്കുന്ന പേരാണ് MnO4 2-. ഇതാണ് മാംഗനേറ്റ് അയോൺ. മാംഗനേറ്റ് ഇവിടെ വന്ന സമയത്ത് ഈ K പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് MnO4- ആവും. അപ്പോ ഇത് മാംഗനേറ്റ്, ഇത് പെർമാംഗനേറ്റ് കേട്ടോ, ഓർത്ത് പോകാം. ഇത് മാംഗനേറ്റ് അയോൺ, ഇതെന്തായിരിക്കും പെർമാംഗനേറ്റ് അയോൺ. ഇതിന്റെ സ്ട്രക്ചറിൽ ആകെ വ്യത്യാസം എന്താ? 2- കേട്ടോ, കമ്പയർ ചെയ്യാം. അങ്ങനെ വരുന്ന സമയത്ത് ഓക്സിജൻ 4 ഉണ്ട്. 4 വരുമ്പോ ആദ്യം ഇതുപോലെ തന്നെ ഓക്സിജൻ നമുക്ക് പ്ലേസ് ചെയ്യാം. ഓക്സിജൻ ഇനി ഓർത്തു വെക്കുക, ഡബിൾ ബോണ്ട് കൊടുക്കുക മാംഗനീസിന് ചുറ്റിനും. മാംഗനീസിന്റെ വാലൻസി എത്രയായിരുന്നു? മാക്സിമം 7. മാക്സിമം എത്രയാ അല്ലെ? +7. അപ്പോ അതനുസരിച്ചിട്ടാണ് വരുന്നത്. 2- എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണത്തിന് മൈനസ് ചാർജ് ഇതുപോലെ കൊടുക്കുക, ബാക്കിയൊക്കെ ഡബിൾ ബോണ്ട് ഇടാം കേട്ടോ, ഓർത്ത് നോക്കാം. അത് ഇതോ ഏത് വേണമെങ്കിലും മാറ്റാം, ഒരു കുഴപ്പമില്ല കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ പേരാണ് മാംഗനേറ്റ് അയോൺ. ഏതാ? CR സിംഗിൾ തന്നെ, അത് ഒരുമിച്ചായിട്ടാണ് കൊടുത്തേക്കുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. ശരിക്കും അവിടെ ബോണ്ടൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ അങ്ങനെ തന്നിട്ടുള്ളൂ. അപ്പൊ അത് എഴുതിയാൽ മതി. മാംഗനീസ് 4s2 3d5. ഓക്കെ, അപ്പൊ ടോട്ടൽ എത്ര ഇലക്ട്രോൺ അവൈലബിൾ ഫോർ എന്താണ് ഓക്സിഡേഷൻ? 7. S ആദ്യം കൺസിഡർ ചെയ്യില്ലേ അല്ലെ? S ന്ന് റിമൂവ് ചെയ്തിട്ട് എവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ? D ന്ന് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അങ്ങനെ കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ നോക്കാം നമുക്ക്. Mn വരക്കുന്നത് അതേ പാറ്റേൺ തന്നെയാണ്. ഓക്സിജൻ പ്ലേസ് ചെയ്യുന്നു, ഒരു മൈനസ് ഉള്ളൂ. അപ്പൊ അതൊന്ന് ഇവിടെയോ എവിടെ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം മൈനസ്. അതൊഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും ഡബിൾ ബോണ്ട് കൊടുക്കുക കേട്ടോ. ദെൻ ഇതിന്റെ ഇത് ഗ്രീൻ ആണ്. അപ്പൊ ഗ്രീൻ ആണിത്, ഇത് ഗ്രീൻ, ഇത് പർപ്പിൾ. ഫുൾ ആയിട്ട് എഴുതണം കേട്ടോ കളർ. മാംഗനേറ്റ് അയോൺ, പെർമാംഗനേറ്റ് അയോൺ കേട്ടോ. ഗ്രീൻ, പർപ്പിൾ. ഗ്രീൻ, പർപ്പിൾ. എക്സാം എഴുതിയിട്ട് അറിയാൻ പേപ്പർ വാങ്ങിച്ചിട്ട് പോകണം കേട്ടോ. എക്സാം ക്ലാസ് കഴിയുമ്പോൾ കേട്ടോ. വരച്ചോ? The next heading, oxidizing action of potassium permanganate. Oxidizing action of potassium permanganate. ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ, ഒന്ന് എഴുതി വെച്ചോ. acidified permanganate solution, acidified permanganate solution oxidize oxalate to carbon dioxide. Oxalate to carbon dioxide.
then comma iron 2 plus 2 iron 3 plus iron 2 plus iron 2 plus എന്ന് പറഞ്ഞാൽ എന്താ Fe2 plus 2 എന്താക്കി മാറ്റും അത് Fe3 plus കേട്ടോ ഓർത്ത് വെക്കാം. അപ്പോ ഓക്സിലേറ്റിന് എന്താക്കി മാറ്റും കാർബൺ ഡൈ ഓക്സൈഡ് ആക്കും. അയൺ ആണെങ്കിൽ അയൺ Fe2 plus 2 എന്താക്കി മാറ്റും Fe3 plus കൊമ നൈട്രേറ്റ് ടു നൈട്രേറ്റ്സ് ടു നൈട്രേറ്റ് NITRITES നൈട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ NO2 കേട്ടോ. NO2 നെ വിളിക്കുന്നതാണ് നൈട്രേറ്റ്സ്. NITRITES നൈട്രൈറ്റ്സ് ടു നൈട്രേറ്റ് ഐ മാറിയിട്ട് എന്താവും ATE ആവും കേട്ടോ. NITRITE നൈട്രേറ്റ്. നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് NO2 മൈനസ് അതാണ് നൈട്രേറ്റ് ഐ എന്നത്. ഇനി നൈട്രേറ്റ് ATE നൈട്രേറ്റ് എന്ന് പറഞ്ഞാൽ NO3 മൈനസ് കേട്ടോ ഓർത്ത് നോക്കാം. നമ്മൾ കേട്ടല്ലേ HNO3 സോഡിയം നൈട്രേറ്റ് NaNO3 പൊട്ടാസ്യം നൈട്രേറ്റ് എന്താ KNO3 പൊട്ടാസ് എന്ന് പറഞ്ഞൊരു സാധനമില്ലേ ഇങ്ങനെ തോക്കിലൊക്കെ പണ്ടൊക്കെ കളിക്കണേ നിങ്ങൾ കണ്ടല്ലേ പൊട്ടാസ് കേട്ടല്ല അങ്ങനെ ഇങ്ങനെ പണ്ടൊക്കെ ഈ ഇപ്പൊ ഒരു അത് തിരിച്ചു വന്നിട്ടുണ്ട് ഒരു കുഞ്ഞൊരു സാധനം ഇപ്പൊ ക്യൂൻസ്വയിൽ അങ്ങനെ പോയപ്പോഴാണ് അത് ഇങ്ങനെ എടുത്തിട്ട് താഴെ ഇട്ട ടോ എന്ന് പറഞ്ഞ് പൊട്ടും കയ്യിൽ വെച്ചിട്ട് അതിനെ വിളിക്കുന്ന പേരാണ് അതാണ് അതിനെ കണ്ടു എന്ത് വിളിച്ചേക്കണം പൊട്ടാസ്യം നൈട്രേറ്റ് കേട്ടോ ഓർത്ത് പോകാം. പൊട്ടാസ്യം നൈട്രേറ്റ് കേട്ടോ ഓർത്ത് പോകാം. പൊട്ടാസ്യം നൈട്രേറ്റ് അല്ല നൈട്രേറ്റ് കേട്ടോ. ഓക്കെ കൊമ അയഡിൻ ടു ഫ്രീ അയഡിൻ ഇനി നമ്മളൊരു ബേസിക് റിയാക്ഷൻ പഠിക്കും എന്നിട്ട് ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ ഈ ഓക്സിഡൈസിങ് ആക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കുറെ റിയാക്ഷൻസ് എഴുതിയേക്കുന്നത് അവർ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഞാൻ പറഞ്ഞു. നിങ്ങൾ റിഡോക്സ് എന്ന് പറയുന്ന ചാപ്റ്റർ എവിടെ 11th അതിൽ ഏറ്റവും ലാസ്റ്റത്തെ ടോപ്പിക്കിന്റെ പേരെന്തായിരുന്നു ബാലൻസിങ് റിഡോക്സ് റിയാക്ഷൻ 5 സ്റ്റെപ്പിലൊക്കെ ചെയ്ത ഇവിടെ അവർ ഒരു സ്റ്റെപ്പിൽ അങ്ങ് ഒറ്റ ആൻസർ ആയിട്ടാണ് കൊടുത്തേക്കണേ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്റ്റെപ്പുകളൊന്നും കൊടുക്കില്ല. അവർ പറയുന്നത് എവിടെ പോയി പഠിക്കാനാ പറഞ്ഞേക്കുന്നത് 11th കേട്ടോ. അപ്പൊ നമുക്കൊരു എളുപ്പവഴിക്ക് പഠിക്കാം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ K2CR2O7 പഠിച്ച അതേ മെത്തേഡിൽ ആ ട്രിക്ക് നമ്മൾ 5 സ്റ്റെപ്പുകളിലൊക്കെ 11th പഠിച്ച ഐഡിയ ഇവിടെ 2 സ്റ്റെപ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റണം 2 സ്റ്റെപ്സ് കേട്ടോ. ഓക്കെ അതിന് വേണ്ടിയിട്ട് നമ്മൾ ബേസിക് ഇക്വേഷൻ പഠിച്ചു നോക്കും. ബേസിക് ഇക്വേഷൻ പഠിക്കും എന്നിട്ടൊന്ന് മാച്ച് ചെയ്യും അതാണ് ചെയ്യാൻ പോകുന്നത്. MnO4 മൈനസ് ഇത് Mn2 പ്ലസ് ആകും. Mn2 പ്ലസ് ഓർത്ത് നോക്കുക. നോക്കിയേ MnO4 മൈനസ് എന്തായി Mn2 പ്ലസ് ആയി കേട്ടോ ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ഓക്സിജൻ ഉണ്ട് 4. അതിന് ഈക്വലന്റ് ആയിട്ട് വാട്ടർ എത്രയായിരിക്കും പറഞ്ഞു എത്ര വാട്ടർ ഇവിടെ കൊടുക്കണം ബാലൻസ് ചെയ്യാൻ വേണ്ടിട്ടാ 4H2O കേട്ടോ ഓർത്ത് നോക്കാം. 4H2O കിട്ടി. അങ്ങനെയാണെങ്കിൽ ആ 4H2 ഈക്വലന്റ് ആയിട്ട് H പ്ലസ് എത്ര ഇവിടെ കൊടുക്കണം എത്ര H ഉണ്ട് നോക്കാം ഇവിടെ 8. അപ്പൊ ഇവിടെ എത്ര കൊടുക്കണം 8H പ്ലസ്. ഇപ്പൊ നോക്കിയാ ഹൈഡ്രജൻ ഈക്വലന്റ് ആണ് അല്ലെ ഓക്സിജൻ ഈക്വലന്റ് ആണ് അങ്ങനെ ഓർത്ത് നോക്കുക. നെക്സ്റ്റ് ഇലക്ട്രോൺ ഈക്വലന്റ് ആക്കണം കേട്ടോ ഓർത്ത് നോക്കാം. ഇലക്ട്രോൺ ഈക്വലന്റ് ആക്കുമ്പോൾ നമ്മൾ 11th പഠിപ്പിച്ചേക്കുന്ന ഐഡിയ നോക്കി MnX ഇടാം നമുക്ക് X Mn എന്ന് പറഞ്ഞാൽ അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അറിയില്ല. ഈ കോമ്പൗണ്ടിന്റെ ടോട്ടൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് മൈനസ് എഴുതിയേക്കുന്നത്. അപ്പൊ ഇവിടെ X ഇടാം നമുക്ക് അറിയില്ല. ഓക്സിജന്റെ ഫിക്സ്ഡ് ആണ് -2 × 4 എത്ര വരും ഇവിടെ -1 ഇതിന്റെ ടോട്ടൽ ചാർജ് ഇല്ലേ ഇതേ കൊടുത്തേക്കുന്നത് അത് നമുക്ക് ഇവിടെ എഴുതാം. അപ്പൊ എന്ത് വരും X -8 = -1 X = 8 - 1 എത്രയായിരിക്കും 7. ഇത് +7 ആണ് മാംഗനീസിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. +7ഉം +2ഉം എത്ര ഡിഫറൻസ് ഉണ്ട് 5. അങ്ങനെയാകുമ്പോൾ 5 ഇലക്ട്രോൺ ഇവിടെ കൊടുക്കണം. ഇത് നോക്കിയേ 5 - +7 എത്ര കിട്ടും 2. അങ്ങനെയല്ലേ ഓർത്ത് നോക്കാം. അങ്ങനെയാണ്. അപ്പോ ഇലക്ട്രോൺ ആഡ് ചെയ്യുന്ന എപ്പോഴും എവിടെയായിരിക്കണം ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എവിടെയാണോ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യാം കേട്ടോ ഓർത്ത് നോക്കാം. അങ്ങനെ പറയുമ്പോൾ ഒരിക്കലും തെറ്റില്ല കേട്ടോ ഓർത്ത് നോക്കാം. ഇനി
ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഇങ്ങനെ കഥയൊന്നും പറയില്ല, ഇത് കാണാതെ പഠിക്കണം. ഇപ്പൊ ഞാൻ ചോദിക്കും എല്ലാവരോടും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ ഇത് ബോക്സ് ആക്കി ഇതൊന്നും ഈ മെത്തേഡൊന്നും നിങ്ങൾ അറിയേണ്ട ആവശ്യം ഇല്ല കേട്ടോ, ഓർത്ത് നോക്കുക. അത് പറയുന്നതാണ്. അപ്പൊ ഒന്നല്ലെങ്കിൽ ഇത് നിങ്ങൾ കാണാതെ പഠിക്കുക, അല്ലെങ്കിൽ ഞാൻ പഠിച്ചു വെച്ചേക്കുന്നതാണ് MnO4 - gives Mn2 + 5 ഇലക്ട്രോൺ. അത് ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ ആകെ പഠിച്ചു വെച്ചേക്കുന്നത് ഇങ്ങനെയാണ്, MnO4 - gives Mn2+, ദെൻ അവിടെ തന്നെ +5 ഇലക്ട്രോൺ ഉണ്ട്. ഇനി ബാക്കി ഓക്സിജനും ഹൈഡ്രജനും ഒക്കെ തനിയെ കിട്ടും കേട്ടോ, ഓർത്ത് നോക്കുക. അല്ലെങ്കിൽ ഫുള്ള് പഠിച്ചു നോക്കുക. ഇത് നിങ്ങൾ ഫിക്സ്ഡ് ആയിട്ട് പഠിച്ചു നോക്കണം. ഇനിയാണ് ക്വസ്റ്റ്യൻസ്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും കേട്ടോ, ഓർത്ത് നോക്കാം. കാണാതെ പറയണം, ഞാൻ ചോദിക്കും. റയാൻ സ്റ്റാർട്ട് ചെയ്തു കേട്ടോ, കാണാതെ പറഞ്ഞു. ഫോർ ആണോ? 8H plus 5 electron gives plus 4H2. ഓക്കെ, ക്ലിയർ ആണ് കേട്ടോ, ഓർത്തു. അടുത്ത ആള് വേഗം പറഞ്ഞു. MnO4 - 8H plus 5 electron gives എത്ര എച്ച് വന്നു? അതിന് ഈക്വലന്റ് ആയിട്ട് 4H2O അല്ലെ, ഓർത്ത് വെക്കാം. ക്ലിയർ അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ഇവിടെ പറഞ്ഞു. gives 4H2 ഇവിടെ ഓർത്ത് വെക്കാം. നെക്സ്റ്റ് ഇവിടെ ഈ ഫോർമാറ്റ് പഠിച്ചിട്ട് നമ്മളൊന്ന് കമ്പയർ ചെയ്യാൻ പോയാണ്. ഇതുപോലത്തെ ഒരെണ്ണം കൂടി പഠിക്കാനുണ്ട്. ഇത് അസിഡിക് മീഡിയത്തിലാണ്. എന്താണത്? അസിഡിക് മീഡിയം കേട്ടോ, ഓർത്ത് നോക്കുക. ഇതല്ലാതെ ഒരെണ്ണം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷെ ഇത് വെച്ചിട്ട് നമ്മൾ കൊണ്ടുപോകാണ്. ബേസിക് മീഡിയം ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? OH- വെച്ച് കൊടുത്താൽ പോരെ അല്ലെ, ഓർത്ത് നോക്കുക. എങ്ങനെയായിരിക്കും ബേസിക് മീഡിയം? 8H പ്ലസിന് ഈക്വലന്റ് ആയിട്ട് OH- രണ്ട് സൈഡിലും കൊടുത്താൽ എന്ത് വരും? ഇതുണ്ടോ ബേസിക് മീഡിയം ആക്കണ? ഇതെന്താവും? എത്ര എച്ച് ഉണ്ട് ഇവിടെ? അപ്പം 8H2O. 8H2Oയും 4H2Oയും ക്യാൻസൽ ആയതാ. എത്ര വരും ഇവിടെ? 4H2O. ഇവിടെ എന്ത് വരും? 8OH- കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോ അത് കറക്റ്റ് ആയിട്ട് ബാലൻസ് ഒക്കെ ആയി തനിയെ വരും കേട്ടോ, ഓർത്ത് നോക്കാം. അതൊക്കെ പിന്നെ നമുക്ക് നോക്കാം. നിങ്ങൾ ഇത് പെർഫെക്റ്റ് ആക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ എങ്ങനെയാ ചെയ്യണം എന്ന് താഴെ എഴുതും കേട്ടോ. ഒന്ന് എഴുതി ക്വസ്റ്റ്യൻ 1 കേട്ടോ. ഇൻ അസിഡിക് സൊല്യൂഷൻ എഴുതുക കേട്ടോ. ഇൻ അസിഡിക് സൊല്യൂഷൻ ഈ ഫോർമാറ്റിൽ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. ഓൺലൈനിൽ ഇരിക്കുന്ന സൗരഭ്, ആത്മ കേട്ടോ, ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ നിങ്ങളോട് ചോദിക്കൂ കേട്ടോ ഈ കണ്ടന്റ് എങ്ങനെ കിട്ടിയെന്ന്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കാം. ഇൻ അസിഡിക് സൊല്യൂഷൻ അയഡിൻ ഈസ് ലിബറേറ്റഡ് ഫ്രം പൊട്ടാസ്യം അയഡൈഡ്. In acidic solution, iodine is liberated from potassium iodide in the presence of potassium permanganate. Write ionic balanced equation. ഇങ്ങനെയാണ് ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ വരിക. റൈറ്റ് അയണിക് ബാലൻസ്ഡ് ഇക്വേഷൻ. ഓക്കെ, അപ്പോ എങ്ങനെ എഴുതും? ഫസ്റ്റ് അവർ പറഞ്ഞ രീതി നോക്കാം. അയഡിൻ ഈസ് ലിബറേറ്റഡ് ഫ്രം അല്ലെ, എവിടെ നിന്നായിരുന്നു? പൊട്ടാസ്യം അയഡൈഡ്. അല്ലെ, അയഡിൻ ഈസ് liberated from potassium iodide Ki അല്ലെ, ഓർത്ത് നോക്കാം. ഇവിടെ നമ്മൾ പറഞ്ഞു അയണിക് ഇക്വേഷനിൽ ഇത് കണ്ടോ, ഇത് KMnO4 ഒക്കെ എഴുതുവോ? ഇല്ല. ഫ്രണ്ടിൽ വരുന്ന ആ സോൾട്ടുകൾ നമുക്ക് എഴുതണ്ട ബാലൻസിങ് ചെയ്യുന്ന സമയത്ത്.
അപ്പൊ ആ നോർമലി ആ സോൾട്ടുകളിൽ എന്ത് ചെയ്യും, മെറ്റൽ മാറ്റുകയാണ്. അപ്പൊ കെ പ്ലസ് ആൻഡ് ഐ മൈനസ്. നമുക്കറിയാം ഫസ്റ്റ് ഗ്രൂപ്പ് ആരാ, സോഡിയം. പിന്നെ ആരൊക്കെയാ, ലിഥിയം, സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീഷ്യം, ഫ്രാൻസിയം അല്ലെ, ഇവരെല്ലാം എന്തായിരിക്കും +1. സെക്കൻഡ് ഗ്രൂപ്പിന് എത്രയായിരിക്കും, +2. സെക്കൻഡ് ഗ്രൂപ്പ് ആരൊക്കെ ആയിരുന്നു, ബെർലിയം, മെഗ്നീഷ്യം, കാൽസ്യം, സ്ട്രോൺഷ്യം, ബേരിയം അല്ലെ, ഓർത്തുക. അപ്പൊ അങ്ങനെയുള്ള എലമെന്റുകളൊക്കെ മാറ്റുമ്പോ +2 ആയിരിക്കും. അപ്പൊ ഇവിടുന്ന് പൊട്ടാസ്യം മാറിക്കഴിഞ്ഞാൽ K മൈനസ് കേട്ടോ. ഇത് എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ചോദിച്ചേക്കണം. ചോദിച്ചോ. I മൈനസ് കണ്ടോ, ഓർത്ത് നോക്കാം. K മാറി I മൈനസ് കണ്ടോ, ഓർത്ത് നോക്കാം. ദെൻ നെക്സ്റ്റ് ഇവിടെ എത്രയുണ്ട്, അയഡിൻ 2. ഇവിടെ എത്ര വരും, 2. ബാലൻസ് ചെയ്യാനാ പറഞ്ഞേക്കുന്നവര് കേട്ടോ. അപ്പൊ അവർ പറഞ്ഞേക്കുന്നത് ഒന്നും കൂടി പറയാം, എന്താണ്, അയഡിൻ ഈസ് ലിബറേറ്റഡ് ഫ്രം പൊട്ടാസ്യം അയഡിൻ. ഇനി ഇവിടെ ശ്രദ്ധിക്കുക, ഇത് -1 ആണ്. ഇവിടെ ഒന്നും എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ മീനിങ് എന്താ, 0 അല്ലെ, ഓർത്ത് നോക്കാം. 0യും -1ഉം എത്ര ഡിഫറൻസ് ഉണ്ട്, 0യും -1ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ട്, അല്ലെ 1 അല്ലെ, -1. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ 1 ഇലക്ട്രോൺ ആണ് വന്നേക്കുന്നത് അല്ലെ. ഡിഫറൻസ് എത്ര ഇലക്ട്രോണാ, 1 ഇലക്ട്രോൺ. ആ 1 ഇലക്ട്രോൺ ഇവിടെ ആഡ് ചെയ്യോ, ഇവിടെ ആഡ് ചെയ്യോ. ഇലക്ട്രോൺ എവിടെ ആഡ് ചെയ്യണം എന്ന് പറഞ്ഞ ഹയർ വാല്യൂ അല്ലെ, -1 0 അല്ലെ ഹയർ വാല്യൂ. അപ്പൊ ഇവിടെ ഇലക്ട്രോൺ ആഡ് ചെയ്യുക, 1 ഇലക്ട്രോൺ. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഒരു ഐഡിൻ ആണ് 1 ഇലക്ട്രോൺ. എത്ര ഐഡിൻ ഉണ്ട് ടോട്ടൽ, 2. അപ്പൊ എന്ത് കൊടുക്കണം ഇവിടെ, 2 ഇലക്ട്രോൺ. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. ഇനി നിങ്ങൾ ആദ്യം എഴുതിയ ഇക്വേഷൻ ആയിട്ട് ഇതിനെ മാച്ച് ചെയ്യണം. ഇവിടെ എത്ര, 5 ഇലക്ട്രോൺ, ഇവിടെ 2 ഇലക്ട്രോൺ. രണ്ടിനെയും ഈക്വലന്റ് ആക്കാൻ എന്ത് ചെയ്യണം അല്ലെ, ഒരു ഇക്വേഷനാ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് മുഴുവൻ മൾട്ടിപ്ലൈ ചെയ്താൽ അതിന്റെ വാല്യൂസിൽ വ്യത്യാസം വരില്ല. അങ്ങനെ വരുമ്പോ ഈ ഇക്വേഷൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, ഇത് 2 ആണ്, ഇത് 5 ആണ്. രണ്ടുപേരെയും ഒരേ നമ്പറിലേക്ക് മാറ്റണം. ഇതിനെ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം, 5 ഉണ്ടോ. അപ്പോ ഈ ഇക്വേഷനെ ഞാൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, 5. ഈ ഇക്വേഷൻ എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, 2. നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ ചോദിച്ചേക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. ഡൗട്ട് ഉണ്ടോ, എന്തുകൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്തേ, ഇലക്ട്രോൺ രണ്ടുപേർക്കും ഈക്വൽ ആക്കണം അല്ലെ, ഓർത്ത് നോക്കാം, ഈക്വൽ ആക്കണം. ഇതിപ്പോ ഇത് 5ഉം ഇത് 1 ആയിരുന്നെങ്കിൽ ഇതിനെ 5 കൊണ്ട് മാത്രം മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മനസ്സിലായി. അപ്പോ ആ സിറ്റുവേഷൻ അനുസരിച്ചാ വരുന്നത് ഉണ്ടോ. ഓക്കെ, അപ്പൊ ഓർത്ത് നോക്കാം, ഇത് 5ഉം ഇത് 3 ആയിരുന്നു വെച്ചെങ്കിൽ നമ്മൾ അല്ലെ 3ഉം 5ഉം അങ്ങോട്ട് ക്രോസ് ചെയ്യേണ്ടി വന്നാണ് കേട്ടോ, ഓർത്ത് നോക്കാം. അങ്ങനെ വരുമ്പോ എന്തായിരിക്കും എഴുതാൻ പോകുന്നത്, ഒന്ന് ഓർത്തേ. 2 MnO4 മൈനസ് പ്ലസ് അല്ലെ, 2 കൊണ്ടാ മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 8ന്റെ അവിടെ എന്ത് വരും, 16H പ്ലസ് ഇവിടെ എത്ര വരും, 10 ഇലക്ട്രോൺ ഗീവ്സ് എന്ത് വരും, 2 Mn2 പ്ലസ് 8H2. ദെൻ എന്ത് ചെയ്യാം, ഈ 2I മൈനസ് 2 into 5 എത്രയാ, 10. 10I മൈനസ് ഗീവ്സ് എത്ര വരും, 5I2 പ്ലസ് 10 ഇലക്ട്രോൺ ഉണ്ട്, ഓർത്ത് നോക്കാം. 10 ഇലക്ട്രോൺ. ദെൻ കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ ചിലപ്പോൾ ഇവിടെ വാട്ടർ ഉണ്ടാവും, അവിടെ വാട്ടർ ഉണ്ടാവും, ഒക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ 10 ഇലക്ട്രോൺ കട്ട് ചെയ്തു, ഈ സൈഡിൽ 10 ഇലക്ട്രോൺ ഉണ്ടോ, ഓർത്ത് നോക്കുക. ഇത് റിയാക്ടന്റ് സൈഡ്, ഇത് പ്രൊഡക്റ്റ് സൈഡ്. അപ്പൊ ഓർത്ത് നോക്കുക, ഇവിടെ ഉള്ളത് ഇപ്പുറത്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്യാൻസൽ ചെയ്യാൻ പറ്റും, കോമൺ ആയിട്ട് വരുന്നത്. ഇനിയാണ് ഫൈനൽ ഇക്വേഷൻ. എന്തായിരിക്കും എന്റെ ലാസ്റ്റ് ആൻസർ, 2MnO4 മൈനസ് പ്ലസ് 16H പ്ലസ് 10I മൈനസ് കീസ് എന്തൊക്കെ വരും, 2Mn2 പ്ലസ് 8H2O പ്ലസ് 5I2. ഇതാണ് ഫൈനൽ ആൻസർ. അപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് ഈ ആൻസർ മാത്രമേ കിടക്കണുള്ളൂ. ഇത് എങ്ങനെ വന്നു എന്നൊന്നും ഉണ്ടാവില്ല കേട്ടോ, ഓർത്ത് നോക്കി. ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ, കുറെ എണ്ണം ഉണ്ട്. അപ്പൊ ചില കുട്ടികൾ ഇത് അങ്ങനെ തന്നെ കാണാതെ ഇങ്ങനെ വെറുതെ പഠിച്ചോണ്ടിരിക്കും. അപ്പൊ വേറെ പുതിയ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കിട്ടില്ല, അത് മാത്രമുള്ള ചലഞ്ച് കേട്ടോ, ഓർത്ത് നോക്കാം. ഇതിന്റെ മെത്തേഡ് കറക്റ്റ് ആയിട്ട് എഴുതാം കേട്ടോ, ഓർത്ത് നോക്കാം. ഇത് ബോക്സിലാക്കാം. ഇതാണ് ഞാൻ പഠിച്ചു വെച്ച ഇക്വേഷൻ. ഇത് മുഴുവൻ എഴുതണം കേട്ടോ എന്റെ ആൻസറിൽ. വേഗം എടുത്ത് എഴുതാം കേട്ടോ. അപ്പൊ ഈ ബോക്സിൽ ഇട്ടേക്കുന്ന ഇക്വേഷൻ നമുക്ക് മെയിൻ ഇക്വേഷൻ ആയിട്ട് എടുത്ത അസിഡിക് മീഡിയത്തില് നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ കമ്പയർ ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്.
ഇപ്പൊ നമ്മൾ ഒരെണ്ണം ചെയ്യുന്നുള്ള എക്സാമ്പിൾ കേട്ടോ. ഈ ടൈപ്പ് നമുക്കൊരു 3 എണ്ണം എങ്കിലും മിനിമം ചെയ്ത് പ്രാക്ടീസ് ചെയ്യണം. ക്രിസ് എഴുതിയോ? കഴിഞ്ഞല്ലേ എല്ലാവരും? എഴുതി. ഇനി അടുത്ത ഹെഡിങ് എഴുതി കേട്ടോ. ദ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് എഫ് ബ്ലോക്ക്. ദ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. ദ ഇന്നർ ട്രാൻസിഷൻ എലമെന്റ് എഫ് ബ്ലോക്ക്. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക. ദ എഫ് ബ്ലോക്ക് കൺസിസ്റ്റ് ഓഫ്. First point, the F block consists of 2 series. The F block consists of 2 series, lanthanoids and actinoids. Lanthanoids and actinoids. Lanthanoids and actinoids. സബ് ഹെഡിങ് എഴുതി വെക്കാം. അപ്പൊ എഫ് ബ്ലോക്കില് സബ് ഹെഡിങ് ദ ലാന്തനോയിഡ്സ്. ദ ലാന്തനോയിഡ്സ്. ദ ലാന്തനോയിഡ്സ്. പീരിയോഡിക് ടേബിളില് മെയിൻ ആയിട്ട് വരുന്ന എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക്, ഇതൊക്കെ കഴിഞ്ഞിട്ട് ആ പീരിയോഡിക് ടേബിളിന് താഴെ ഏറ്റവും താഴെയായിട്ട് എഴുതിയേക്കുന്ന 2 ആൾക്കാരാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത് അല്ലെ. ഓർത്തു വെക്കുക, 2 ഗ്രൂപ്പുകളാണ്. എഫ് ബ്ലോക്ക് എന്ന് പറയുന്ന സമയത്ത് ആ പീരിയോഡിക് ടേബിളിൽ നിന്ന് അല്ലെ സെപ്പറേറ്റഡ് ആയിട്ട് നമ്മൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. എത്ര വേർട്ടിക്കൽ ആയിട്ട് ഇതില് ഗ്രൂപ്പുകൾ വരും? എത്ര എണ്ണം ഉണ്ടാവും? എഫില് എത്ര എണ്ണം ഉണ്ടാവും? എഫില് എത്രയാ? 7 ഓർബിറ്റ് ഉണ്ട് അല്ലെ. അപ്പൊ 7 × 2 14. അപ്പോ 14 നമ്പേഴ്സ് ഇങ്ങനെ ഉണ്ടാവും. ഇതുപോലെ 14 നമ്പേഴ്സ് ഇങ്ങനെ വന്നിട്ടുണ്ടാവും. മുഴുവൻ ഞാൻ വരയ്ക്കുന്നില്ല. ഇതില് ആദ്യത്തെ സീരീസിന് ആണ് 4f സീരീസ്. അതിനെയാണ് ലാന്തനോയിഡ്സ് എന്ന് വിളിക്കുന്നത്. 5f സീരീസ് എന്തായിരിക്കും? ആക്ടിനോയിഡ്സ്. ഇതിന്റെ മീനിങ് എന്താണ്? ഇതില് ലാസ്റ്റ് ഇലക്ട്രോൺ എക്സിസ്റ്റിനെ എഫ്. ഏത് എഫ് ആയിരിക്കും? 4f. അങ്ങനെ 4fലായിരിക്കും ആ എലമെന്റിന്റെ ലാസ്റ്റ് ഇലക്ട്രോൺ എൻഡ് ചെയ്യുന്നത്. അങ്ങനെ വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? 4f സീരീസ്. 4f സീരീസിന്റെ പേരെന്താ? ലാന്തനോയിഡ്സ്. 5f സീരീസ് എന്തായിരിക്കും? ആക്ടിനോയിഡ്സ്. കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ആദ്യം അതിന്റെ ഡെഫിനിഷൻ എഴുതും. എന്താ എഴുതാൻ പോകുന്നത് അല്ലെ? ലാന്തനം ടു ലുട്ടീഷ്യം. അത് സ്റ്റാർട്ട് ചെയ്യുന്ന ലാന്തനമാണ്. ആക്ച്വലി ലാന്തനം ടു ലുട്ടീഷ്യം ആണ് 4f സീരീസ്. 5f സീരീസ് എന്തായിരിക്കും? ആക്ടീനിയം ആണ് ആക്ച്വലി. കേട്ടോ, ആക്ടീനിയം ടു ലൗട്ടീഷ്യം ആണ്. അപ്പോൾ അതൊക്കെയാണ് ആദ്യം എഴുതാൻ പോകുന്നത്. കേട്ടോ, ഓർത്ത് വെക്കാം. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ലാന്തനോയിഡ്സില് ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. 4f സീരീസ്. ലാന്തനോയിഡ്സില് ഫസ്റ്റ് പോയിന്റ് 4f സീരീസ് ഇൻ എ എഫ് ബ്ലോക്ക്. ലാന്തനോയിഡ്സ് എന്ന് പറഞ്ഞാൽ 4f സീരീസ് ഇൻ എ എഫ് ബ്ലോക്ക്. 4f സീരീസ് ഇൻ എ എഫ് ബ്ലോക്ക്. Then second point എഴുതി വെക്കാം. The element starting from lanthanum to the element starting from lanthanum, LANTHANUM, lanthanum represent ചെയ്യുന്ന ക്യാപിറ്റൽ എല്ലും സ്മോൾ ലെറ്റർ എയും. ലാന്തനം ടു ലുട്ടീഷ്യം, LUTETIUM. ലാന്തനം ടു ലുട്ടീഷ്യം, LUTETIUM. LANTHANUM, ലാന്തനം
to lutetium. 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 Sorry. LUTETIUM. lutetium. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ് തുടങ്ങി. ദെൻ അടുത്ത പോയിന്റ് എഴുതി വെക്കുക. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഏതായിരുന്നു? The element starting from lanthanum to lutetium. കേട്ടോ. Then next electronic configuration. അടുത്ത പോയിന്റ് കേട്ടോ, ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്കറിയാം 4F ആണ് അല്ലെ. 4F എന്നതിന് മുമ്പ് അതിന് മുമ്പായിട്ട് എന്തൊക്കെ എലമെന്റ് ആയിരിക്കും കേട്ടോ? നിങ്ങൾ എഴുതുമ്പോ ശ്രദ്ധിക്കുക. എഫ്, അതിനു മുമ്പ് ടി ഉണ്ടാവും, അതിനു മുമ്പ് എന്തുണ്ടാവും? എസ്. ഇവിടെ 4 കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ എന്ത് കൊടുക്കണം? 5. ഇവിടെ എന്ത് കൊടുക്കണം? 6. കേട്ടോ ഓർത്ത് വെക്കാം. അപ്പോ 6S 5D 4F ഇങ്ങനെയാണ് ഓർത്ത് വെക്കേണ്ടത്. ദെൻ എസില് എത്രയായിരിക്കും വരുന്നത്? 0 to 2. ഡിയില് അല്ലെ, ടിയില് എന്ത് വരും? 0 to 10. പക്ഷെ ഇവിടെ എപ്പോഴും എന്തായിരിക്കും? 0 to 1 അങ്ങനെ ഉണ്ടാവുള്ളൂ കേട്ടോ ഓർത്ത് വെക്കാം. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കാരണം കേട്ടോ ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് എഴുതുമ്പോ അങ്ങനെ എഴുതാം കേട്ടോ ഓർത്ത് വെക്കാം. എന്തായിരിക്കും? 0 to 10. എഫിൽ എത്ര വരും? എഫിൽ എന്തായിരിക്കും? 1 to 40 കേട്ടോ ഓർത്ത് വെക്കാം. ഇങ്ങനെയാണ് അതിന്റെ ജനറൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി വെക്കേണ്ടത്. ഒന്ന് എഴുതി വെച്ചു. ഏതാ? ഫിക്സ്ഡ് ആയിട്ട് ഇല്ല, ആവില്ല. അതാ പറഞ്ഞത് കേട്ടോ ഓർത്ത് നോക്കാം. ഇവിടെയൊക്കെ വ്യത്യാസം വരും. ഇലക്ട്രോണിക് കോൺഫിഗറേഷനിൽ താഴേക്ക് വരുമ്പോൾ എന്ത് പറ്റും അല്ലെ? അവിടെ എന്ത് വരും? ഇനേർട്ട് പെയർ എഫക്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അങ്ങനെ വരുമ്പോൾ എന്തായില്ല, കംപ്ലീറ്റ്ലി ഫിൽ ആവില്ല കേട്ടോ ഓർത്ത് നോക്കാം. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതി. അത് കഴിഞ്ഞിട്ട് എഴുതി വെക്കാം ആറ്റമിക് ആൻഡ് അയണിക് റേഡിയസ്. ആറ്റമിക് ആൻഡ് അയണിക് റേഡിയസ്. ആറ്റമിക് ആൻഡ് അയണിക് റേഡിയസ്. ആറ്റമിക് ആൻഡ് അയണിക് റേഡിയസ്. ആറ്റമിക് ആൻഡ് അയണിക് റേഡിയസിൽ ആദ്യം ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഗീവ് റീസൺ ആണ് ഈ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ പീരിയോഡിക് ടേബിളിന്റെ ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് എന്ത് ചെയ്യും? കുറയും. ആ സൈസ് കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ ഓർത്ത് വെക്കുക. 4F സീരീസ് ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസ് ചെയ്യുന്നത് കേട്ടോ ഓർത്ത് വെക്കുക. അതാണ് ഫസ്റ്റ് പോയിന്റ് ആയിട്ട് എഴുതി വെക്കുക. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഹൈഫൺ. ദ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ഹൈഫൺ എന്നിട്ട് എഴുതി വെക്കുക. The overall decreases in atomic and ionic radii. The overall decreases in atomic and ionic radii from lanthanum to lutetium. The overall decreases in atomic and ionic radii from lanthanum to lutetium is known as lanthanoid contraction. Then അടുത്ത ടെക്സ്റ്റ് ബുക്കിലെ ബാക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ഒരു ഏരിയ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് കുറയുന്നുണ്ട്. ശരിക്കും സൈസ് ഭയങ്കരമായിട്ട് കുറഞ്ഞ് വരുന്നുണ്ട്. കാരണം എന്താന്ന് പറഞ്ഞാൽ ഡി കഴിഞ്ഞ് എഫ് ആണ് എത്തുന്നത്. എഫ് എന്താ? ഹെവിയർ ഓർബിറ്റിലാണ്. ഹെവിയർ ഓർബിറ്റിൽ വന്ന സമയത്ത് എന്ത് പറ്റും? സൈസ് ഭയങ്കരമായിട്ട് എന്ത് ചെയ്യും? കുറയും. ഓർത്ത് ഭയങ്കര ഹെവി ആയിട്ടുള്ള വെയിറ്റ് ഉള്ള ഓർബിറ്റിൽ വരുന്ന സമയത്ത് അതിനെ സ്ക്യൂസ് ചെയ്ത് ആ സൈസ് ഭയങ്കരമായിട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ വരുന്നത്. അപ്പോൾ അതിന്റെ കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അവർ പറയുന്നത് ഈ സൈസ് കുറയുന്നത് കൊണ്ട് നേച്ചറിൽ ഈ ഹാഫീനിയം ആൻഡ് സിർക്കോണിയം എന്ന് പറയുന്ന രണ്ട് മെറ്റൽ ഉണ്ട് കേട്ടോ ഓർത്ത് നോക്കും. ഇപ്പോൾ ഇതാണ് ഒരു ടൂർ പോയി അവിടെ നിന്ന് ഒരു സ്റ്റോൺ കിട്ടി, അതിൽ ഹാഫീനിയം ഉണ്ട്, സിർക്കോണിയം ഉണ്ട്. രണ്ടും ഭയങ്കര വാല്യൂബിൾ ആണ്. പക്ഷെ രണ്ടിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. സെപ്പറേറ്റ് ചെയ്യണം. കാരണം എന്താ? അതിന്റെ അയണിക് റേഡിയസ് ഭയങ്കര എന്തായിരിക്കും? ചെറിയ പൈക്കോമീറ്ററിൽ വ്യത്യാസമുള്ളൂ കേട്ടോ. അതാണ് പോയിന്റ് ആയിട്ട് എഴുതുന്നത് കേട്ടോ. ഇപ്പൊ ടെക്സ്റ്റ് ബുക്കിൽ ഒന്ന് എഴുതി വെച്ചു. അടുത്ത പോയിന്റ് ആയിട്ട് കേട്ടോ, നെക്സ്റ്റ് പോയിന്റ് ആയിട്ട് ഒന്ന് എഴുതി വെക്കാം. നെക്സ്റ്റ് പോയിന്റ് ഒരു പോയിന്റ് കൂടി എഴുതി വെച്ചോട്ടോ. ദ റീസൺ ഫോർ
the reason for lanthanoid contraction. ഒന്ന് എഴുതി വെക്കുക. The reason for lanthanoid contraction. ഹൈഫൺ എഴുതി വെക്കുക. Imperfect shielding of one electron. The reason for lanthanoid contraction. അതും കൂടി എഴുതിയിട്ട് കോൺസിക്വൻസ് എഴുതിയാൽ മതി. The reason for lanthanoid contraction എന്ന് പറഞ്ഞിട്ട് ഹൈഫൺ എഴുതാം. എന്നിട്ട് എഴുതി വെക്കുക. The imperfect, ടെക്സ്റ്റ് ബുക്കിലെ വേർഡ് ആണ്, the imperfect shielding of one electron by another. The imperfect shielding of one electron by another in the same subshell. In the same subshell. The imperfect shielding of one electron by another in the same subshell. കേട്ടോ ഓർത്ത് നോക്കാം. അതിന്റെ മീനിങ് ഒന്ന് ഓർത്ത് നോക്കാം. ഇത്രയേ ഉള്ളൂ. പെർഫെക്റ്റ് ആയിട്ട് ഷീൽഡ് ചെയ്യില്ല. കേട്ടോ ഓർത്ത് നോക്കാം. ഇപ്പോ എൻ്റെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ഉണ്ട്. ഇവിടെ ഒരു കാർഡ്ബോർഡ് ബോക്സ് ആണ് ആക്ച്വലി ഇരിക്കുന്നത്. അപ്പോ ഈ കാർഡ്ബോർഡ് ബോക്സിൽ ഞാൻ ഫസ്റ്റ് ഒരു ഓറഞ്ച് വെച്ചു. കേട്ടോ ഓർത്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ചെറിയൊരു കുഞ്ഞു ബോക്സ് ആണ്. അതിന്റെ മുകളിൽ അടുത്ത് ഓറഞ്ച് വെച്ചു. അടുത്ത് വെക്കുന്ന അയേണിന്റെ ഭയങ്കര അത്രയും ഓറഞ്ചിന്റെ അത്രയുള്ള ബോളുകളാണെന്ന് കരുതുക. എന്ത് പറ്റും? ആ ബോക്സ് അല്ലേ, ആ ബോക്സ് കാർഡ്ബോർഡിന്റെ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഈ അയണിന്റെ വെക്കുന്ന സമയത്ത് ആ ഓറഞ്ചിന്റെ പുറത്ത് വന്ന് അല്ലെ മുകളിലോട്ട് വെക്കുന്നതോറും ഓറഞ്ചുകൾ എന്ത് ചെയ്യും? സ്ക്യൂസ് ആവണ പോലെ. അതുപോലെയാ പറയുന്നത്. അപ്പോൾ എന്ത് വേണം ശരിക്കും? ആ ഓറഞ്ചിന് കേടുവരാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഞാൻ എന്ത് ചെയ്യും? ഒരു അയണിന്റെ ബോക്സ് വാങ്ങിച്ചു വെക്കും. എന്നിട്ട് അതിനുള്ളിൽ ഓറഞ്ച് വെച്ചു. അതിന്റെ മുകളിൽ വേറൊരു അയണിന്റെ ബോക്സ് വെച്ചു. അതിനുള്ളിൽ ഈ അയൺ ബോക്സ് വെച്ചു. അപ്പൊ എന്ത് പറ്റും? ആ ബോക്സിന് എന്ത് പറ്റും? ഷീൽഡിങ് ഉണ്ട്. കേട്ടോ ഓർത്ത് നോക്കാം. നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട് ഷീൽഡിങ്. ഓർമ്മയുണ്ടോ? ഓർത്ത് നോക്കാം. എന്ത് വരും? ഒരു ഷെല്ലിന്റെ മുകളിൽ അടുത്ത ഷെല്ല് വരുമ്പോ എന്ത് വരും? റിപ്പൽ ചെയ്യും അല്ലെ? ഓക്കെ. അപ്പൊ അതാണ് ഓർത്ത് നോക്കുക. ഇന്നർ കോർ ഇലക്ട്രോൺ റിപ്പൽ ഔട്ടർ കോർ ഇലക്ട്രോൺ. ദാറ്റ് ഈസ് നോൺ ആസ് ഷീൽഡിങ്. ആ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് 11th ആക്ച്വലി. ഓർത്ത് നോക്കുക. ഇപ്പൊ ഈ ബിൽഡിങ്ങിന്റെ മുകളിൽ നിങ്ങൾ ഇരിക്കുമ്പോ ഇത് താഴേക്ക് പോകാത്തതിന്റെ കാരണം എന്താ? ബിൽഡിങ്ങിന്റെ ഇങ്ങോട്ട് നിൽക്കണല്ലേ? ഓർത്ത് നോക്കാം. ഇത് താഴേക്ക് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാത്തതിന്റെ കാരണം എന്താണ്? നിങ്ങളിപ്പോ നിൽക്കുന്നത് 2nd ഫ്ലോർ ആണ്. അല്ലേ? ഓർത്ത് നോക്കുക. അതിന്റെ ഈ സ്കെൽട്ടൺ ഒക്കെ സ്ട്രോങ് ആണ് ആക്ച്വലി. അതുകൊണ്ടല്ലേ? ഓർത്ത് നോക്കാം. ഇതിന് മുകളിൽ നമുക്ക് ഒരു ബുർജ് ഖലീഫ കൊണ്ടെന്ന് വെച്ചാൽ എന്ത് പറ്റും? നിങ്ങളൊക്കെ എന്ത് പറ്റും? അല്ലേ? ബുർജ് ഖലീഫ അറിയാലോ, ഭയങ്കര സ്ട്രോങ് ആണ്. അപ്പൊ നിങ്ങളൊക്കെ എന്ത് ചെയ്യും? സ്ക്യൂസ് ആയിട്ട് നല്ല ഒരു ലെയർ ആയിട്ട് കിട്ടും എല്ലാവരും. എന്തുകൊണ്ടാ? ഷീൽഡിങ് ഇല്ല അല്ലെ? ഓർത്ത് നോക്കാം. ഷീൽഡിങ് ഇല്ല. ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് അല്ലെ അതിനെ ഇത് ചെയ്യണം. ഷീൽഡിംഗ് എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ വാളിന്റെ ഒക്കെ സ്ട്രെങ്ത് ഇല്ലേ, അത് തന്നെയാണ് ആക്ച്വലി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ. അപ്പോ ഒരു ഷെല്ല്, ആ ഷെല്ലിന് ചുറ്റിനും എന്തുണ്ടാവും? ഒരു സ്ട്രെങ്ത് ഉണ്ടാവും. അത് കുറഞ്ഞാൽ എന്ത് പറ്റും? സ്ക്യൂസ് ആകും. അതാണ്. അങ്ങനെ ആവുമ്പോഴാണ് സൈസ് എന്ത് ചെയ്യുന്നത്? കുറയുന്നത്. അപ്പൊ ഷീൽഡിംഗ് എന്നൊക്കെ കേൾക്കുമ്പോൾ എന്തെങ്കിലും ഒരു വേർഡ് ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. കേട്ടോ ഓർത്ത് വെക്കാം. കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലാക്കി പഠിക്കാൻ നോക്കാം. കേട്ടോ ഓർത്ത് വെക്കാം. ദെൻ നെക്സ്റ്റ് ഇവിടെ ഈ സൈസ് ഇങ്ങനെ കുറയുന്നു. ആ കുറയുന്നതിന്റെ റീസൺ പറഞ്ഞു. എന്തായിരുന്നു? ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ്. ആ വേർഡ് കിട്ടണം. ഇനി തേർഡ് ഇതിന്റെ ക്വസ്റ്റ്യൻ ആണ്, അതിന്റെ ആൻസർ ആണ് എഴുതുന്നത്. എന്തായിരുന്നു? ശരിയല്ലേ? ലെഫ്റ്റ് ടു റൈറ്റ്. ഇൻ എഫ് ബ്ലോക്ക് ലെഫ്റ്റ് ടു റൈറ്റ് സൈസ് ഡിക്രീസസ്. അങ്ങനെ പറയാം, ഒരു കുഴപ്പമൊന്നുമില്ല. കേട്ടോ. പക്ഷെ അത് പറയണം 4 ഓഫ് സീരീസ് ആണെന്ന് പറയണം. അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ ലെഫ്റ്റ് റൈറ്റും ഒരേ പോയിന്റ് തന്നെയാണ്, പക്ഷെ സ്പെസിഫൈ ചെയ്യണം. അത്രേ ഉള്ളൂ. കേട്ടോ. തന്നെ ഒന്ന് എഴുതി വെച്ചോ. അടുത്ത പോയിന്റ് കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ആണ്. എഴുതി വെക്കുക. ദ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ റേഡിയേ ഓഫ്, നെക്സ്റ്റ് ലൈനിൽ എഴുതണം, ദ ഓൾമോസ്റ്റ് ഐഡന്റിക്കൽ റേഡിയേ ഓഫ് ZR. The almost identical radii of ZR. ബ്രാക്കറ്റിൽ 160 pm. ZR എന്ന് പറഞ്ഞ സിർക്കോണിയം എന്നാണ് കേട്ടോ. ബ്രാക്കറ്റിൽ 160 pm ആൻഡ് ഹാഫീനിയം HF. സെക്കൻഡ് ലെറ്റർ സ്മോൾ ആയിരിക്കണം. HF 159 pm. HF, the almost identical radii of ZR and HF. ബ്രാക്കറ്റിൽ പൈക്കോമീറ്റേഴ്സ് ഒക്കെ മെൻഷൻ ചെയ്യാം. കോമ എ കോൺസിക്വൻസ് ഓഫ് ദ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ, കോമ എ കോൺസിക്വൻസ് ഓഫ് ദ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ account for consequence of lanthanoid contraction, account for their occurrence together, account for their occurrence together in nature
their occurrence together in nature, and for the difficulty together in nature, and for the difficulty faced in their separation, and for the difficulty faced in their separation. Difficulty faced in their separation. സൈസ് ഭയങ്കര അടുത്തല്ലേ, അപ്പൊ അതിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അത് കോൺസിക്വൻസ് ആയി കേട്ടോ, ഓർത്ത് നോക്കാം. faced in their separation, occurrence together in nature, and for the difficulty faced in their separation കേട്ടോ, ഫുൾ സ്റ്റോപ്പ്. അടുത്ത സബ് ഹെഡിങ് ആണ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതാണ് ഈ എഫ് ബ്ലോക്കിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഹെഡിങ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ നിന്നാണ് പാസ്റ്റ് ഇയറിൽ കൂടുതൽ വന്നേക്കുന്ന ഒരു ഏരിയ കേട്ടോ. അത് കഴിഞ്ഞ ഒരു മിഷ് മെറ്റൽ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കും കൂടി ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, ബാക്കി ചെറിയ ടോപ്പിക് ഉണ്ട്, പക്ഷെ ഇത് എഴുതി വെക്കാം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് കേട്ടോ, ഓർത്ത് വെക്കാം, അണ്ടർലൈൻ ചെയ്യാം. ആദ്യത്തെ പോയിന്റ് എഴുതി വെക്കാം. General oxidation state of lanthanoids hyphen +3. General oxidation state of lanthanoids hyphen +3. General oxidation state of lanthanoids compounds +3. ഓർത്ത് നോക്കുക, ജനറൽ ആയിട്ട് +3 ആണ് വരുന്നത്. പക്ഷെ ഒക്കേഷണലി ആയിട്ട് എന്ന് പറഞ്ഞാൽ പലപ്പോഴും പല കണ്ടീഷൻ വെച്ചിട്ട് +2ഉം +4ഉം ആയി വരാറുണ്ട്. അതാണ് ഇതിവിടെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത്. അതിൽ നമുക്ക് 3 എലമെന്റുകളെ പഠിക്കാനുള്ളൂ. സിറിയം, അതുപോലെ ഇട്രിബിയം, യൂറോപ്പിയം എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് എലമെന്റുകളുടെ ക്വസ്റ്റ്യനും ആൻസറും ആണ് ആക്ച്വലി വരുന്നത് ടെക്സ്റ്റ് ബുക്കിൽ. ഈ ടോപ്പിക്കിന്റെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: നെയിം എ മെമ്പർ ഓഫ് ദ ലാന്തനോയിഡ് സീരീസ് വിച്ച് ഈസ് വെൽ നോൺ ടു എക്സിബിറ്റ് +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് വൈ എന്നുള്ള രീതിയിൽ, ആ രീതിയിലുള്ള ക്വസ്റ്റ്യൻസുകളാണ് വരുന്നത് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പോൾ ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്രയാ? +3 ആണ്. പക്ഷെ അതിൽ നിന്ന് വേരി ചെയ്യും. ആ വേരി ചെയ്യുന്ന ആൾക്കാരൊക്കെ പഠിച്ചു നോക്കണം. അതിൽ ആദ്യം പഠിക്കേണ്ടത് നമുക്ക് സിറിയം ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ അടുത്ത ലൈനില് സിറിയം എന്ന് എഴുതി വെക്കാം. സിറിയം കേട്ടോ, ഓർത്ത് നോക്കാം. CERIUM സിറിയം, CERIUM സിറിയം. സിറിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആദ്യം നമുക്ക് ക്ലിയർ ആയിട്ട് എഴുതണം. സിറിയം എക്സിസ്റ്റ് ചെയ്യുന്നത് 6s2 5d1 4f1. ഇതാണ് സിറിയം കേട്ടോ, ഓർത്ത് നോക്കാം. ഇങ്ങനെ വരുന്ന സമയത്ത് സിറിയത്തിന് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് എങ്കിൽ എന്താ സംഭവിക്കുന്നത്? SC-ന്ന് 2, D-ന്ന് 1, അങ്ങനെ വന്നാൽ F-ൽ എത്രയാവും? 1 വരും. ആ 1ഉം കൂടി പോയാൽ ആരെ പോലെ ആകും? സിറിയം? ഇതും കൂടി പോയി കഴിഞ്ഞാലേ നോബിൾ ഗ്യാസിനെ പോലെ ഒക്ടറ്റ് ആകും. എന്ന് പറഞ്ഞാൽ ആ ഷെല്ല് കംപ്ലീറ്റ് ആയിട്ട് അവിടെ നിന്ന് ഇലക്ട്രോൺ പോകും. അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് പോയി കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അപ്പോ സിറിയം +3 എന്ന് പറയുന്ന ലെവലിൽ നിൽക്കില്ല. +3 എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടുന്ന് ഇലക്ട്രോൺ പോകും, ഇവിടുന്ന്. അപ്പൊ F-ൽ ഒരു ഇലക്ട്രോൺ ഉണ്ട്, സ്റ്റെബിലിറ്റി അധികം ഉണ്ടാവില്ല. അതേസമയത്ത് സിറിയത്തിന് +4 ആണെങ്കിൽ എന്തായിരിക്കും? എല്ലാം പോകും അല്ലെ? അപ്പൊ എന്തോരും? 6s0 5d0 കണ്ടോ, ഓർത്ത് വെക്കാം. ഇങ്ങനെ വരും 4f0 ഇങ്ങനെ വരും കണ്ടോ, ഓർത്ത് വെക്കാം. അപ്പോ സിറിയം +4 കുറച്ചും കൂടി എന്താവും അല്ലെ, ഓർത്ത് വെക്കാം, ഫേവറബിൾ ആയിട്ട് നിൽക്കും. അതുകൊണ്ടാണ് സിറിയത്തിലേക്ക് വരുന്നത് കേട്ടോ. അപ്പൊ ആദ്യം ഈ 2 കാര്യങ്ങളൊന്നും എഴുതാം, എന്നിട്ട് അതിന്റെ താഴെ നമുക്ക് എക്സ്പ്ലനേഷൻ ഉണ്ട് കേട്ടോ. വേഗം എഴുതാം. എന്റെ ആൻസർ ആയിട്ട് താഴെ സിറിയം എന്ന് പറഞ്ഞിട്ട് ആദ്യം ഇങ്ങനെ എഴുതാം, ഇത് എഴുതാം, എന്നിട്ട് എന്റെ വേർഡ് എഴുതി വെക്കാം ടെക്സ്റ്റ് ബുക്കിൽ. ഞാൻ കുറിച്ചിട്ട് ഇത് എഴുതുക കേട്ടോ. ഇത് എഴുതിയോ? താഴെ എഴുതി വെച്ചു.
the formation of cerium plus 4. The formation of cerium plus 4 is favored by its noble gas configuration. Favored by its noble gas configuration. +4 ആയാൽ എല്ലാം പോയി കഴിഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് എന്തായിരിക്കും? ഫിൽ ആവും. അങ്ങനല്ലേ ഓർത്ത് നോക്കാം. ഇപ്പൊ സോഡിയം ആറ്റമിക് നമ്പർ 11 1 പോയാൽ ആരെ പോലെയാവും? നിയോണിനെ പോലെ. അതുപോലെ കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അതെല്ലാം പോയി കഴിഞ്ഞാൽ അറ്റത്തേക്ക് എത്തും കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അതുകൊണ്ട് അതെന്താണ് അല്ലെ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള കോൺഫിഗറേഷനിലേക്ക് എത്തുന്നു എന്നുള്ള രീതിയിലാണ്. The formation of C plus is favored by its noble gas configuration, but it is a strong oxidant. അത് ക്വസ്റ്റൻ ആയിട്ട് വരും ഇനിയുള്ള സ്റ്റേറ്റ്മെന്റ്. ബട്ട് ഇറ്റ് ഈസ് എ സ്ട്രോങ് ഓക്സിഡന്റ് റിവേർട്ടിംഗ് ടു ദി കോമൺ +3 സ്റ്റേറ്റ്. But it is a strong oxidant reverting to the common +3 state. Common +3 state. കേട്ടോ ഓർത്ത് നോക്കാം. അപ്പൊ അത് റിവേർട്ട് ചെയ്ത് +3യിലേക്കും മാറും കേട്ടോ ഓർത്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ പോലും നോബിൾ ഗ്യാസ് ആണെങ്കിൽ പോലും അത് റിവേർട്ട് ചെയ്ത് എന്തിലേക്ക് വരും? +3. അതുകൊണ്ട് അതിനെന്ത് വിളിക്കും? അതാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക. ആ വേർഡ് പറഞ്ഞേ. എന്തായിരുന്നു അവിടെ പറഞ്ഞ? സ്ട്രോങ് ഓക്സിഡന്റ്. അപ്പൊ സിറിയം സ്ട്രോങ് ഓക്സിഡന്റ് എക്സ്പ്ലെയിൻ അങ്ങനെ ക്വസ്റ്റ്യൻ വരും. അപ്പൊ നമ്മൾ ഇത് മുഴുവൻ എഴുതണം. അത്രേ ഉള്ളൂ. കണ്ടോ ഓർത്ത് നോക്കാം. ഇനി വിച്ച് ലാന്തനോയിഡ് എലമെന്റ് ഫേവറബിൾ ഫോർ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആൻഡ് എക്സ്പ്ലെയിൻ. അങ്ങനെയാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പൊ സിറിയം ഇത്ര എഴുതാം. അപ്പൊ ഈ ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഇത് ആൻസറിലേക്ക് എഴുതിയാൽ സിറിയം കണ്ട അപ്പൊ തന്നെ ഇത് എഴുതി വെക്കാം. എന്താ എഴുതണം? നോബിൾ ഗ്യാസ് ഇത് എഴുതണം, ഇത് എഴുതണം. ആകെ പഠിക്കേണ്ടത് ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ഓർത്ത് വെക്കാം. ഇനി 3 എണ്ണം ഉള്ളൂ. അതുപോലെ കേട്ടോ ഓർത്ത് നോക്കാം. ഒരു ഇട്രിബിയോ ഉണ്ട്, പിന്നെ യൂറോപ്പിയം ഉണ്ട് കേട്ടോ ഓർത്ത് നോക്കാം. അടുത്ത സിറിയം ഹെഡിങ് കൊടുത്തില്ലേ, അതുപോലെ തന്നെ യൂറോപ്പിയം സബ് ഹെഡിങ് കേട്ടോ. യൂറോപ്പിയത്തിനെ കുറിച്ച് എഴുതാൻ വേണ്ടിട്ടാ സിറിയ എഴുതി. അത് കഴിഞ്ഞിട്ട് യൂറോപ്പിയം കേട്ടോ. EU ആണ് കേട്ടോ ഓർത്ത് നോക്കാം. EU ആണ് കേട്ടോ യൂറോപ്പിയം വരുന്നത്. EU ROP IUM യൂറോപ്പിയം കേട്ടോ ഓർത്ത് നോക്കാം. യൂറോപ്പിയം. നിങ്ങൾ എവിടെ വരെ എഴുതി ഞാൻ പറഞ്ഞുതരാം. സിറിയത്തിന്റെ താഴെ ഒന്ന് എഴുതി വെച്ചോ. ബാക്കി ആൾക്കാർ പഠിക്കണോട്ടെ. ഇപ്പൊ ഞാൻ ചോദിക്കും അവരോട് പറയുന്ന സമയം കൊണ്ട് കേട്ടോ ഓർത്ത് നോക്കാം. നിങ്ങൾ എഴുതി വെച്ചത് ഫോർമേഷൻ ഓഫ് കേട്ടോ. നിങ്ങൾ എഴുതാം. ബാക്കി ആൾക്കാർ പഠിച്ചേക്കുക. ദ ഫോർമേഷൻ ഓഫ് CE+4 ഇതുപോലെ CE+4 ഈസ് ഫേവറബിൾ ഫോർ is favored by its noble gas configuration. But it is a strong oxidant. But it is a strong oxidant reverting to the common +3 state. Common +3 state. ഇത് എവിടെ നോക്കിയേ? ഇത് കണ്ടോ? ഇത് +4 ആവുമ്പോൾ ആരെ പോലെ ഇരിക്കും? നോബിൾ ഗ്യാസിനെ പോലെ അല്ലെ? ഓർത്തോ ഔട്ടർ മോസ്റ്റിൽ നിന്നെല്ലാം പോയി. അതാണ് അത് എന്താവും കുറച്ച് കഴിയുമ്പോൾ +4 എന്നുള്ളത് പക്ഷേ എന്ത് പറ്റും? +3യിലേക്ക് മാറും. അതുകൊണ്ട് അതിനെന്ത് വിളിച്ചു? നോക്കി അണ്ടർലൈൻ ചെയ്തേ. അത് ക്വസ്റ്റൻ ആണത്. സിറിയം സ്ട്രോങ് ഓക്സിഡന്റ് എക്സ്പ്ലെയിൻ. ഇത് മുഴുവൻ എഴുതണം കേട്ടോ ഓർത്ത് നോക്കാം. Then which lanthanide element exhibit +4 oxidation state and why? ഈ 2 ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണ് വരുന്നത് കേട്ടോ. സിറിയം കണ്ടത് എഴുതി വെക്കാം. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റൻ എഴുതാന്ന് യൂറോപ്പിയത്തിന്റെയാണ്. യൂറോപ്പിയം കേട്ടോ ഓർത്ത് നോക്കാം. യൂറോപ്പിയം EU ROP IUM കേട്ടോ. യൂറോപ്പിയം അണ്ടർലൈൻ ചെയ്യാം.
അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഫസ്റ്റ് എഴുതണം. യൂറോപ്പിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ആ മെറ്റൽ EU കേട്ടോ, ഓർത്ത് നോക്കാം. സിറിയം പോലെ കേട്ടോ, ഇതൊക്കെ മെറ്റലുകളാണ് കേട്ടോ, ഓർത്ത് നോക്കാം. ഭയങ്കര വിലയുള്ള മെറ്റലുകളാണ് ഇതെല്ലാം കേട്ടോ, ഓർത്ത് നോക്കാം. നമ്മൾ വിചാരിക്കും ഗോൾഡ് ഒക്കെയാണ്, ഗോൾഡ് ഒക്കെ അല്ലെ, ഒന്നുമല്ല. യൂറോപ്പിയം കേട്ടോ, ഓർത്ത് നോക്കാം. യൂറോപ്പിയത്തില് നിങ്ങൾ ഓർത്ത് നോക്കണം, നേരത്തെ എഴുതിയേക്കുന്ന അതേ പാറ്റേണിലാണ് നമ്മൾ എഴുതുന്നത് കേട്ടോ. 4F അത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്ക് തിരിച്ചെഴുതാൻ അറിയാനിട്ടല്ല, പക്ഷെ ഈ പാറ്റേണിൽ ഓർത്തിരിക്കാൻ ഒരേ രീതിയിൽ ഓർത്ത് നോക്കുക. 5D6S. ഇതില് ഇവിടെ 7 വരും, ഇത് 0, ഇത് 2. ഇതാണ് ഇതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആയിട്ട് വരുന്നത്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അങ്ങനെ വരുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചറിയാം, ഇവിടെ നിന്ന് 2 ഇലക്ട്രോൺ പോയി കഴിഞ്ഞാൽ 4F7 കിട്ടും. 4F7 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി എന്താവും? അൺപെയ്ഡ്. കംപ്ലീറ്റ്ലി അൺപെയ്ഡ് വന്ന സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. എഫിന് എത്ര ബോക്സ് ഉണ്ട്? 7 ബോക്സ് ഉണ്ട്. അതിലെല്ലാത്തിലും 1 1 1 1 1 വെച്ച് വരും. അപ്പൊ സെയിം സിമെട്രി വരും. സെയിം സിമെട്രി വന്ന സ്റ്റെബിലിറ്റി എന്ത് ചെയ്യും? കൂടും. അങ്ങനെ വരുമ്പോൾ യൂറോപ്പിയത്തിന് കുറച്ചും കൂടി സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ പറ്റാവുന്നത് +2 ആണ്. എന്ത് വരും? 6S0, 5D0, 4F7. കണ്ടോ, ഓർത്തോക്കെ. ഇവിടെ നിന്ന് എപ്പോഴും ഇലക്ട്രോൺ, ലാസ്റ്റ് ഇലക്ട്രോൺ 6 ആണ്. കണ്ടോ, 6 എന്നൊക്കെ റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുള്ളൂ. കണ്ടോ, ഓർത്തോക്കാം. യൂറോപ്പിയം 6S2, 5D0. കേട്ടോ, +2 എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് ഇലക്ട്രോൺ കളയണേ SC കളഞ്ഞിട്ടേ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റുള്ളൂ. ചോദിച്ചോ. 4F ആണ്, സോറി, 4F7. 4F7. ഇനി താഴെ ഇവിടെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതണം കേട്ടോ, എന്ന് എഴുതി വെച്ചു. EU2+ is formed by losing the 2s electron and its F7 configuration. Full stop. However, EU2+ is a strong reducing agent. അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരും. Full stop. However, EU2+, EU എന്ന് പറഞ്ഞാൽ യൂറോപ്പിയോ കേട്ടോ, EU2+ is a strong reducing agent. മറ്റേത് എന്തായിരുന്നു? എന്തുകൊണ്ടാ ഒന്ന് പറഞ്ഞേ. +4 നിന്ന് അതെന്താവും? +3 ആകും. ഇയാൾ എന്താവും? +2 നിന്ന് ഇനി കുറയാൻ പറ്റുമോ? എന്തിലേക്ക് മാറും? +3 മാറും. കണ്ടോ, ഓർത്ത് നോക്കാം. However, EU2+ is a strong reducing agent. Changing to the common +3 state. Strong reducing agent changing to the common +3 state. ഒരാളുടെയും കൂടി ഇതുപോലെ തന്നെ എഴുതാനുണ്ട്. ഇട്രിബിയം കേട്ടോ, അടുത്ത സബ് എലമെന്റ് ആണ് ഇട്രിബിയം. YTTERBIUM. YTTERBIUM. ഇട്രിബിയം. ഫോർമുല YB. ക്യാപിറ്റൽ വൈയും സ്മോൾ ബിയും കേട്ടോ. ഇട്രിബിയം YB അണ്ടർലൈൻ ചെയ്യാം. ഇട്രിബിയം ഇയാളെ പോലെ തന്നെയാണ്, +2 ആണ്. ഇതേ പാറ്റേൺ തന്നെയാണ്, ചെറിയൊരു വ്യത്യാസം. ഇതേപോലെയാണ്. ഇവിടെ മാത്രം മാറും. ഇത് 14 ആണ്, ഇതും 14 ആണ്. അപ്പൊ നോക്കിയേ,
ഇത് +2 ആകുമ്പോൾ SC പോകും. ഇത് എന്താണ് 14 കംപ്ലീറ്റ്ലി ഫിൽ ആവുമ്പോൾ സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും അല്ലെ, ഓർത്ത് നോക്കാം. അതുകൊണ്ട് +3ക്ക് പകരം അതിന് +2 ആയിരിക്കും കുറച്ചും കൂടി ഫേവറബിൾ ആയിട്ട് നിൽക്കുന്നത്. കണ്ടോ, ഓർത്ത് നോക്കാം. ഒന്ന് വരച്ചു. YB Ytterbium അതിന്റെ രണ്ടിന്റെയും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കോമൺ ആയിട്ട് നിൽക്കുന്ന +2. എല്ലാവർക്കും കോമൺ ഏതാ? +3 ആണ് അല്ലെ. ഒക്കേഷണലി ഇതുപോലെ മാറും. ചില ആൾക്കാർ ഓക്സിഡൈസിങ് ഏജന്റ് അല്ലെങ്കിൽ ഓക്സിഡന്റ് ആകുന്നു, റിഡക്റ്റന്റ് ആകുന്നു, ആ സമയത്തൊക്കെ വ്യത്യാസം വരും. YB നേരത്തെ എഴുതിയ അതേ പാറ്റേണിൽ ഒന്ന് എഴുതി വെക്കാത്രേ ഉള്ളൂ. YB 2+ is formed by, നേരത്തെ എഴുതിയ അതേ വേർഡ് തന്നെ എഴുതാം. YB 2+ is formed by losing the 2s electron and its F14 configuration. F14 configuration ആരെ പോലെ ആക്ട് ചെയ്യും? എന്തായിരിക്കും? നേരത്തെ പറഞ്ഞ അതുപോലെ തന്നെ മറ്റേ എഴുതിയേക്കുന്ന പോലെ സ്ട്രോങ് എന്തായിരിക്കും? റിഡക്റ്റ്. കേട്ടോ, ഓർത്ത് നോക്കാം. അല്ലെങ്കിൽ അതേ വേർഡ് തന്നെ എഴുതാം. ഹവർ, അല്ലെങ്കിൽ അതേ വേർഡ് അല്ലെങ്കിൽ ബ്രാക്കറ്റില് എന്താണ് സ്ട്രോങ് റിഡക്റ്റന്റ് എഴുതിയാൽ മതി. ഹവർ YB 2+ is a strong reducing agent changing to the common +3 state. ഒരേ ഫോർമാറ്റ് ആക്കുന്നതാണ് കേട്ടോ, ഓർത്ത് നോക്കാം. സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് കേട്ടോ. ഇത് +2 നിന്ന് ആരിലേക്ക് മാറും? +2 മാറിയിട്ട് എന്തിലേക്ക് മാറും? കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്താ? +3. അപ്പൊ ഇതിനെന്ത് സംഭവിക്കും? ഓക്സിഡേഷൻ നടക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് റെഡ്യൂസിങ് ഏജന്റ്. നേരത്തെ കണ്ടതിൽ എന്തായിരുന്നു ആക്ച്വലി എന്ന് പറഞ്ഞേ? +4. ആരാണത്? +4 സിറിയം. +4 നിന്ന് എന്തിലേക്ക് മാറും? +3. അങ്ങനെ +4 നിന്ന് +3 മാറ്റിയാൽ എന്ത് നടന്നു? റിഡക്ഷൻ അല്ലെ, ഓർത്ത് നോക്കുക. റിഡക്ഷൻ നടക്കുന്ന ആളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഓക്സിഡൈസിങ് ഏജന്റ്. ഓക്കെ ആണോ കേട്ടോ? അപ്പൊ രണ്ടെണ്ണം റെഡ്യൂസിങ് ഏജന്റ്, മറ്റേത് എന്തായിരുന്നു? ഓക്സിഡൈസിങ് ഏജന്റ് കേട്ടോ. ഓക്കെ, മാറിപ്പോരുത് കേട്ടോ. ഇനി ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാന്തനോയിഡ്സ്. അടുത്ത സബ് ഹെഡിങ് ആണ് ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ലാന്തനോയിഡ്സ്. 2-3 പോയിന്റുകൾ എഴുതാനുള്ളൂ. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. ഓരോ പോയിന്റ് ആയിട്ട് എഴുതാം കേട്ടോ. All the lanthanoids are silvery. White soft metal. All the lanthanoids are silvery, white, soft metal. All the lanthanoids are silvery, white, soft metal. And tarnish rapidly in air. Tarnish, TARNISH, rapidly in air. Tarnish rapidly in air. Next, അടുത്ത പോയിന്റ്, the hardness increases with increasing atomic number. Next point, the hardness increases with increasing atomic number. നമുക്കറിയാലോ സൈസ് കുറയുമ്പോൾ ഹാർഡ്നസ് എന്ത് ചെയ്യും? നോർമലി കൂടും അല്ലേ, ഓർത്ത് വെക്കാം. The next point,
മെൽറ്റിംഗ് പോയിന്റ് റേഞ്ച് ബിറ്റ്വീൻ 1000 to melting point range between 1000 to 1200 Kelvin. 1000 to 1200 Kelvin. 1000 to 1200 Kelvin. കേട്ടോ. അടുത്ത പോയിന്റ് നെക്സ്റ്റ് ലൈനില് ട്രൈവാലന്റ് ലാന്തനോയിഡ് അയോൺ. വാട്ട് യു മീൻ ട്രൈവാലന്റ്? 3+ അല്ലെ. Trivalent lanthanoid ions are colored. Trivalent lanthanoid ions are colored both in the solid state, both in the solid state, both in the solid state and in aqueous solution. Both in the solid state and in aqueous solution. Then ഇതിൽ ഒരു പോയിന്റ് കൂടി നമുക്കുണ്ട്. മിഷ് മെറ്റൽ MiSCH METALL METALL മിഷ് മെറ്റൽ. മിഷ് മെറ്റൽ എന്ന് പറഞ്ഞാൽ അലോയ് ആണ്. അപ്രോക്സിമേറ്റ്ലി ലാന്തനോയിഡ്സ് ഒരു 95%. ലാന്തനോയിഡ്സ് എത്ര എടുക്കണം? 95%. അപ്രോക്സിമേറ്റ്ലി ഒരു 5% അയൺ അവരൊക്കെ തമ്മിൽ മിക്സ് ചെയ്തിട്ട് എടുക്കുന്ന എന്താണ് അലോയിനെ വിളിക്കുന്ന പേരാണ് മിഷ് മെറ്റൽ. മിഷ് മെറ്റൽ ഉപയോഗിക്കുന്നത് ബുള്ളറ്റ്സ്, അതുപോലെ തന്നെ ലൈറ്റർ ഫ്ലിന്റ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് ഉപയോഗിക്കുന്നത്. ബുള്ളറ്റ്സ് എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സാധാരണ ബുള്ളറ്റ്സ് അല്ല അവർ ഉദ്ദേശിക്കുന്നത്. ആദ്യത്തെ ഇതിൽ വന്ന സമയത്ത് ചില ബുള്ളറ്റ്സ് ഇവിടെ വന്നിട്ട് ഇവിടെ ചെറിയൊരു ഹോൾ ഉണ്ടാവും, എന്റെ ബാക്ക് നോക്കി കഴിഞ്ഞാൽ പൊട്ടിത്തെറിച്ചുണ്ടാവും. അതുപോലെയുള്ള ടൈപ്പ് ഷെൽസുകളുണ്ട്. ആ ഷെൽസുകളിലാണ് കൂടുതലായിട്ട് വരുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അപ്പോൾ അതിന്റെ ഗുണം എന്താ? നോർമലി ഈ നിങ്ങൾക്കറിയാം ഈ കമാൻഡോസ് ഒക്കെ കാണുന്ന സമയത്ത് ഇയാൾ ഒളിച്ചിരിക്കുകയായിരിക്കും. അപ്പോ ഇയാൾ ഇവിടെ ഇരിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡിൽ ഒരു വാൾ ഉണ്ടെങ്കിൽ ആ വാൾ അടിച്ചു കഴിഞ്ഞാൽ തന്റെ തല പോകും. കാരണം എന്താ? അവിടെ നിന്ന് അടിച്ചിട്ട് ഷെൽസ് എന്ത് ചെയ്യും? ചെതറി വരും കേട്ടോ, ഓർത്ത് വെക്കാം. ആ ടൈപ്പ് ഉണ്ട്. കാരണം അങ്ങനെ എടുത്ത് പറയാൻ കാരണം ഇനി എന്തെങ്കിലും കാണുന്ന സമയത്ത് നിങ്ങൾ കാണുന്ന ബുള്ളറ്റ് ഇതിനെ കണ്ടിട്ട് മിഷ് മെറ്റൽ, അങ്ങനെയുള്ള എല്ലാ ബുള്ളറ്റും മിഷ് മെറ്റൽ അല്ല. നമ്മൾ സാധാരണ ഉള്ള എന്താ പറയാ ഗണ്ണിൽ ഉപയോഗിക്കുന്നത് പെല്ലറ്റ്സ് അല്ലെ, ഓർത്ത് വെക്കാം. അത് സാധാരണയാണ് ആക്ച്വലി ഇവിടെയൊക്കെ. അതല്ല ഉദ്ദേശിക്കുന്നത് കേട്ടോ, ഓർത്ത് വെക്കാം. അതും കൂടി ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ഓർത്ത് വെക്കാം. പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഒന്ന് എഴുതി വെച്ചു. മിഷ് മെറ്റൽ എ വെൽ നോൺ അലോയ്, എ വെൽ നോൺ അലോയ്, a well-known alloy is mish metal. A well-known alloy is mish metal, which consists of a lanthanoid metal. A well-known alloy is mish metal which consists of a lanthanoid metal approximately 95%, approximately 95%, and iron approximately 5%. ബ്രാക്കറ്റിൽ എഴുതി വെക്കുക. ട്രേസസ് ആയിട്ട് കുറച്ച് വേറെ എലമെന്റുകൾ കൊടുക്കും. ട്രേസസ് ഓഫ് സൾഫർ, കാർബൺ, കാൽസ്യം ആൻഡ് അലൂമിനിയം. ബ്രാക്കറ്റ് കേട്ടോ. സൾഫർ, കാർബൺ, കാൽസ്യം ആൻഡ് അലൂമിനിയം. ഇതെല്ലാം വേണമെന്നില്ല, ഇതിന്റെ ഏതെങ്കിലും ഒക്കെ ട്രേസസ് കൊടുക്കാം കുറച്ചായിട്ട്. സൾഫർ, കാർബൺ, കാൽസ്യം ആൻഡ് അലൂമിനിയം കേട്ടോ, ഓർത്ത് നോക്കാം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ദെൻ അടുത്ത താഴെ എഴുതി വെക്കുക എക്സാമ്പിൾ. എക്സാമ്പിൾ ആയിട്ട് അവിടെ കൊടുത്തേക്കുന്നത് മെഗ്നീഷ്യം ബേസ്ഡ് അലോയ് എന്ന് പറഞ്ഞാൽ ആ കാൽസ്യത്തിനൊക്കെ പകരം മെഗ്നീഷ്യം ഒക്കെ കൊടുക്കാൻ നമുക്ക് കേട്ടോ. മെഗ്നീഷ്യം ബേസ്ഡ് അലോയ് ടു പ്രൊഡ്യൂസ് ബുള്ളറ്റ്സ്, ഷെൽസ്, ലൈറ്റർ ഫ്ലിൻസ്. ബുള്ളറ്റ്സ്, ഷെൽസ് ആൻഡ് ലൈറ്റർ ഫ്ലിൻസ് യൂസസ് ആണ് കേട്ടോ, ഓർത്ത് നോക്കാം. അലോയ് to produce
ബുള്ളറ്റ്സ്, ഷെൽസ് ആൻഡ് ലൈറ്റർ ഫ്ലിന്റ്, FLINT, ലൈറ്റർ ഫ്ലിന്റ്. കേട്ടോ, ഇത്രയാണ് ലാന്തനോയിഡ്സ് വരുന്നത്. ഇനി ആക്ടിനോയിഡ്സ് കുറച്ചും കൂടി ഉണ്ട്, അതും കൂടി എഴുതി വെച്ചു. ആക്ടിനോയിഡ്സ്. എങ്ങനെ ലാന്തനോയിഡ്സ് തുടങ്ങിയോ അതേ സ്റ്റൈലിൽ തുടങ്ങണം. എന്തായിരിക്കും ആദ്യത്തെ പോയിന്റ് ഒന്ന് പറഞ്ഞു? ആദ്യത്തെ പോയിന്റ് എന്തായിരിക്കും? ഏതായിരിക്കും? ഇത് ഏതായിരിക്കും? 5F സീരീസിനെ കേട്ടോ ഓർത്ത് വെക്കാം. നമ്മൾ ലാന്തനോയിഡ്സിൽ ആദ്യത്തെ പോയിന്റ് അതല്ലേ എഴുതിയിരിക്കുന്നത്? 4F സീരീസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. 4F സീരീസിനെ എന്ത് വിളിച്ചു? ലാന്തനോയിഡ്സ്. അപ്പൊ ആക്ടിനോയിഡ്സിൽ ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കുക 5F സീരീസ് ഇൻ എഫ് ബ്ലോക്ക് എലമെന്റ്. ഫസ്റ്റ് പോയിന്റ് എഴുതിക്കോ കേട്ടോ. 5F സീരീസിനെ 5F സീരീസിനെ എഫ് ബ്ലോക്ക് എലമെന്റ്. സെക്കൻഡ് പോയിന്റ് എന്തായിരിക്കും? എവിടെ നിന്ന് തുടങ്ങുന്നു എന്നുള്ളതാണ് അല്ലെ. The element starting from actinium to lauretium. The element starting from actinium, 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 capital A small c ആണ് symbol. The element starting from actinium, ACTINIUM, actinium to laurentium, LAWRENCIUM, ലൗറേൻഷ്യം. LR എന്നാണ് റെപ്രസെന്റേറ്റീവ്, ക്യാപിറ്റൽ എല്ലും സ്മോൾ ആർ ഓർത്ത് നോക്കാം. ലൗറേൻഷ്യം. ഇതിന് അടുത്ത പോയിന്റ് എന്തായിരുന്നു നമ്മൾ നേരത്തെ എഴുതി? ഒന്ന് പറഞ്ഞേ. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. ഒറ്റ ചേഞ്ച് ഉണ്ടാവുള്ളൂ. എന്തായിരിക്കും ആ ചേഞ്ച്? അല്ലെ, ഓർത്ത് നോക്കാം. 5 ആവും. അപ്പൊ എല്ലാം 5ലേക്ക് കൊടുക്കുക, അത്രേ ഉള്ളൂ. 5F. അപ്പോ ഒരു നമ്പർ കൂട്ടി പറയാ 6D, ഒരു നമ്പർ കൂടി കൂട്ടുക 7S. കണ്ടോ, ഒരു നമ്പർ എല്ലാത്തിൽ കൂട്ടി ഒരേ പാറ്റേണിൽ എഴുതുന്നത് അതിന് വേണ്ടിയിട്ടാണ്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ 1 to 14. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 0 to 1 ഉള്ളൂ. 0 to 10 വേണമെങ്കിൽ എഴുതാം. ഇവിടെ 0 to 2. കേട്ടോ, ഓർത്ത് നോക്കാം. എഴുതി വെച്ചു. അടുത്ത പോയിന്റ് എന്തായിരുന്നു നേരത്തെ എഴുതിയേക്കുന്നത്? അതേ പാറ്റേണിൽ വാ. എഴുതി വെക്കുക. ആറ്റമിക് ആൻഡ് അയണിക് റേഡിയസ്. അതേ വേർഡ് തന്നെ വരും, അതുകൊണ്ടാണ് പറഞ്ഞേ. നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പമായിരിക്കാം അങ്ങനെ കമ്പയർ ചെയ്ത് എഴുതുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് ഷഫിൾ ചെയ്തൊക്കെ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും നേരത്തെ എഴുതിയേക്കുന്ന അതേ സ്റ്റൈലിൽ എന്ന് പറഞ്ഞേ. ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എങ്ങനെ പറയണം ഒന്ന് പറഞ്ഞേ. നേരത്തെ എഴുതിയ അതേ പാറ്റേണിൽ തന്നെ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. The overall decreases in size from actinium to laurentium. എഴുതി വെച്ചോ. The overall size decrease. ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ആണ് കേട്ടോ. പുറത്തു നോക്കാം. സൈസിൽ ആദ്യത്തെ പോയിന്റ് എന്താണ്? ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ആണ്. അത് നേരത്തെ എഴുതിയേക്കുന്ന അതേ പാറ്റേണിൽ എഴുതുക. The overall size, the overall decreases in atomic and ionic radii. The overall decreases in atomic and ionic radii from actinium to laurentium. The overall decreases in atomic and ionic radii from actinium to laurentium is called actinoid contraction. Reason for actinoid contraction എന്തായിരിക്കും? Imperfect shielding. Reason for actinoid contraction, imperfect shielding. കോൺസിക്വൻസ് ഇവിടെ ഇല്ല കേട്ടോ, ഓർത്ത് നോക്കാം. മറ്റേ പോലെ കോൺസിക്വൻസ് ഇല്ല, കാരണം ഏറ്റവും താഴെയല്ലേ, പിന്നെ അതിലേക്ക് ഇതില്ല. പക്ഷേ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്, ലാന്തനോയിഡ് കോൺട്രാക്ഷനോ ആക്ടിനോയിഡ് കോൺട്രാക്ഷനോ ആരായിരിക്കും കൂടുതൽ സ്ട്രോങ്? എന്തായിരിക്കും? ആക്ടിനോയിഡ് ആണ്. കാരണം എന്താ? 5F എന്ന് പറഞ്ഞാൽ കൂടുതൽ ഹെവിയാ. 5F എന്തായിരിക്കും? കൂടുതൽ ഹെവി ആയിരിക്കും. അപ്പോൾ കൂടുതൽ കോൺട്രാക്ഷൻ എന്തിനു തന്നെയായിരിക്കും? 5F തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ അതാണ് എഴുതാൻ പോകുന്ന അടുത്ത പോയിന്റ്. അടുത്തൊരു പോയിന്റ് എക്സ്ട്രാ പോയിന്റ് എഴുതണം കേട്ടോ, ഓർത്ത് നോക്കാം. അപ്പൊ നമ്മൾ കോൺസിക്വൻസ് എഴുതി. കോൺസിക്വൻസ് എന്തായിരുന്നു? ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ്. റീസൺ ഫോർ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് എന്തെഴുതണം? ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ്. അതെല്ലാവരും എഴുതിയോ?
റീസൺ ഫോർ ആക്ടിനോയിഡ് കോൺട്രാക്ഷൻ ഹൈഫൺ എന്തായിരിക്കണം ഇംപെർഫെക്റ്റ് ഷീൽഡിംഗ്. അത് കഴിഞ്ഞിട്ട് ഒരു എക്സ്ട്രാ പോയിന്റ് എഴുതണം കേട്ടോ. ഇവിടെ എഴുതി വെച്ചു. Actinoid contraction is greater from actinoid contraction is greater from actinoid contraction is greater from element to element in this series. In this series എന്ന് പറയുമ്പോൾ series of 5 series കേട്ടോ ഓർത്ത് വെക്കാം. Actinoid contraction is greater from element to element in this series bracket 5f resulting poor shielding by 5f poor shielding by 5f electron by 5f electron. ഓർത്ത് നോക്കാം. പോർ ഷീൽഡിങ്ങും ഇംപെർഫെക്റ്റ് ഷീൽഡിങ് സെയിം ആണ്. അത് തന്നെയാണ് എടുത്ത് വീണ്ടും പറഞ്ഞേക്കുന്നത്. ഓർത്ത് നോക്കാം. അപ്പൊ അടുത്തത് ഹെഡിങ് എന്തായിരിക്കും? നേരത്തെ എഴുതിയേക്കുന്ന അതേ പാറ്റേണിൽ ഉണ്ട്. ഓക്സിഡേഷൻ സ്റ്റേറ്റ്. നെക്സ്റ്റ് ഹെഡിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഫസ്റ്റ് പോയിന്റ് നേരത്തെ എഴുതിയ അതേ പോയിന്റ് തന്നെയാണ്. ഫോർത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പറയണേ കേട്ടോ. ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3. ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3. ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -3. ഇനി ഒരു സ്റ്റേറ്റ്മെന്റും കുറച്ച് എലമെന്റുകൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ ഇവിടെ പഠിക്കാനുള്ളൂ. വേറെ ഗീവ് റീസൺ മറ്റേതുപോലെ ചോദിക്കൊന്നുമില്ല കേട്ടോ. ഓർത്ത് നോക്കാം. പക്ഷെ ഒന്ന് എഴുതണം. ഒരു സ്റ്റേറ്റ്മെന്റ് കൂടി എഴുതി വെച്ചോ കേട്ടോ. ദ എലമെന്റ് ജനറൽ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കഴിഞ്ഞിട്ട് താഴെ എഴുതാം. ദ എലമെന്റ് ഇൻ ദ ഫസ്റ്റ് ഹാഫ് ഓഫ് ദിസ് സീരീസ് frequently exhibit higher oxidation state. Frequently exhibit higher oxidation state. Frequently exhibit higher oxidation state. അത് ആരൊക്കെയാണെന്ന് നമുക്ക് എഴുതേണ്ടി വരും. അത്രേ ഉള്ളൂ കേട്ടോ. ഓർത്ത് നോക്കാം. അതിൻ്റെയൊക്കെ വരാറുണ്ട്. തോറിയം TH എന്നാണ് കൊടുക്കുക. തോറിയം TH ഹൈഫൺ. തോറിയം TH ഹൈഫൺ. അവിടെ എഴുതി വെക്കുക. +2 to +4. എത്ര പേര്? സോറി, +3 to +4. ഇവിടെ ഓർത്ത് വെക്കാം. TH തോറിയം. കേട്ടോ, തോറിയം TH എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. ഓർത്ത് വെക്കാം. നെക്സ്റ്റ് PA ആണ്. പ്രോടാക്ടീനിയം. PROTACTINUM പ്രോടാക്ടീനിയം. PA എന്നാണ് അതിനെ റെപ്രസെന്റ് ചെയ്യുക. PA ക്യാപിറ്റൽ പിയും സ്മോൾ ലെറ്റർ എയും PA കേട്ടോ. അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കണം. +3 to +5. +3 to +5. അടുത്ത് എഴുതി വെക്കാം. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നെപ്റ്റ്യൂണിയം ആൻഡ് നെപ്റ്റ്യൂണിയം NP നെപ്റ്റ്യൂണിയം NP ആൻഡ് പ്ലൂട്ടോണിയം PU. ഹയസ്റ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് നെപ്റ്റ്യൂണിയം ആൻഡ് പ്ലൂട്ടോണിയം രണ്ടുപേർക്കുണ്ട്. നെപ്റ്റ്യൂണിയം NP. PU എന്താണ്? പ്ലൂട്ടോണിയം. NPയും PUവും അവിടെ എഴുതി വെക്കുക. +3 to +7. +3 മുതൽ എത്ര വരെ വരാം? +7 വരെ. +3 to +7. Then next heading general characteristics of actinoids. ഇവിടെ വലിയ പോയിന്റ് ഒന്നുമില്ല. നേരത്തെ എഴുതിയ പോലെ തന്നെ 2-3 പോയിന്റ്സുകളേ ഉള്ളൂ. അതിൽ നിന്നൊന്നും അങ്ങനെ വരാറില്ല. ഫസ്റ്റ് പോയിന്റ് എഴുതി വെക്കാം. നേരത്തെ എഴുതിയ പോലെ തന്നെയാണ്. The actinium metals are all silvery in appearance. നേരത്തെ കണ്ടതല്ലേ സിൽവറി കളർ ആണ് എന്നുള്ളത് കേട്ടോ. The actinoid metals are all silvery in appearance. മെറ്റൽസുകളാണ്, ഒരു സിൽവറി കളർ ആയിരിക്കും എല്ലാത്തിനും.
The actinoid metals are all silvery in appearance. Silvery in appearance. Second point എഴുതി വെക്കുക. The actinoids are highly reactive metal. നമുക്കറിയാം യുറേനിയം ഒക്കെ ഇവിടെയാണ് വരുന്നത് അല്ലെ. യുറേനിയം ഒക്കെ എങ്ങനെയാ? റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള എലമെന്റാ അല്ലെ. ഹൈലി റിയാക്റ്റീവ് ആണ്. The actinoids are highly reactive metal. Next point. The actinoids are highly reactive metal. Next one എഴുതി വെക്കുക. The magnetic properties of actinoids are the magnetic properties of the actinoids are the magnetic properties of actinoids are more complex than those of the lanthanoids. Than that of the lanthanoids. ഒരു പോയിന്റ് കൂടി. The lanthanoid contraction is more important. The lanthanoid contraction is more important. Next point. Last point ആണ്. The lanthanoid contraction is more important. The lanthanoid contraction is more important because the chemistry of element succeeding the actinoids, the chemistry of elements succeeding the actinoids are much less known. Succeeding the actinoids are much less known, KNOWN, known at the present time. എന്ന് പറഞ്ഞാൽ ആക്ടിനോയിഡ്സ് എർത്തിൽ തന്നെ ഉള്ളത് നാനോഗ്രാം ക്വാണ്ടിറ്റിയിലുള്ളതാണ്. ചിലത് നാനോഗ്രാം എന്നൊക്കെ പറഞ്ഞാൽ എന്താ അല്ലെ, ഓർത്ത് നോക്കുക. 1 ഗ്രാം പോലും ഇല്ലാന്ന് എർത്തിൽ മൊത്തം. അങ്ങനെയുള്ള ഈ സാധനത്തിന് അല്ലെ ഓർത്ത് നോക്കുക. അതിനെ കുറിച്ച് അപ്പൊ അധികം പഠിച്ചിട്ട് വലിയ കാര്യമുണ്ടോ ചിലതില് കേട്ടോ. അപ്പൊ കുറെയൊക്കെ മാൻമെയ്ഡ് ആയിട്ടുള്ള എലമെന്റ്സും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാണ് ആക്ച്വലി മറ്റേ ലാന്തനോയിഡ്സിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് വരുന്നത് എന്നുള്ള രീതിയിലാണ് പറയുന്നത് കേട്ടോ സ്റ്റേറ്റ്മെന്റ്. ഇനി ആപ്ലിക്കേഷൻ ഓഫ് D&F ബ്ലോക്ക് കേട്ടോ ഓർത്ത് നോക്കുക. ആപ്ലിക്കേഷൻ D&F ഞാൻ പറഞ്ഞു എല്ലാ ചാപ്റ്ററിലെയും ലാസ്റ്റ് ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മൾ എഴുതാറില്ല, വായിച്ചിരിക്കണം അതിലുള്ളത്. പക്ഷെ ഇതിലുള്ളത് 2-3 എണ്ണം റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് മാത്രം ഒന്ന് എഴുതി വെക്കാം കേട്ടോ ഓർത്ത് വെക്കാം. ഒന്ന് എഴുതി വെക്കാം. Application of D&F block. First, silver UK coin. Silver UK coin. Silver UK എന്ന് പറഞ്ഞാൽ അറിയാലോ രാജ്യം. UK coin. Silver UK coin. Hyphen. Coin. Oil അല്ല, coin അല്ലേ, coin. Silver UK coin. കോയിൻ ഇല്ലേ, പൈസ, കോയിൻ കേട്ടോ ഓർത്ത് വെക്കാം. ഹൈഫൺ എഴുതി വെക്കാം. കോപ്പർ പ്ലസ് നിക്കൽ അലോയ്. കോപ്പർ പ്ലസ് നിക്കൽ അലോയ്. അതില് സിൽവർ ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഓപ്ഷനിൽ മിക്കപ്പോഴും എന്തുണ്ടാവും അല്ലെ, സിൽവറിന്റെ ഒക്കെ ഓപ്ഷൻ ആയിരിക്കും വരുന്നത്, തെറ്റിപ്പോവും കേട്ടോ ഓർത്ത് വെക്കാം. അതിൽ സിൽവർ ഇല്ല. എന്തുള്ള കോപ്പർ പ്ലസ് നിക്കൽ. മനസ്സിലായി? കാണുമ്പോ സിൽവർ അവിടെ നിന്ന് അങ്ങനെയാ പറയുന്നത്, സിൽവർ UK കോയിൻ എന്ന് പറഞ്ഞിട്ട് അതെ. ഇപ്പൊ ചിലപ്പോ ഗോൾഡിന്റെ കളറിലുള്ള ഒരു സാധനം തന്നിട്ട് അല്ലെ, അത് കാണുമ്പോൾ ഗോൾഡൻ കളർ എന്ന് പറഞ്ഞ് ഗോൾഡ് ആണോ അല്ലെ ഓർത്ത് നോക്കുക. ചിലത് പ്ലാസ്റ്റിക്കിന്റെ മുകളിൽ ഗോൾഡ് അടിച്ചു കഴിഞ്ഞാൽ ഗോൾഡ് ആണോ? അല്ലല്ലോ ഓർത്ത് നോക്കുക. അതുപോലെയാണ് കേട്ടോ. അപ്പൊ ഹൈഫൺ കോപ്പർ പ്ലസ് നിക്കൽ അലോയ് ആണ്. അടുത്ത സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ്. സിഗ്ലർ ZIEGLER സിഗ്ലർ കാറ്റലിസ്റ്റ് അങ്ങനെ എഴുതിയാൽ മതി. ഈ ZIEGLER സിഗ്ലർ കാറ്റലിസ്റ്റ് അങ്ങനെ എഴുതിയാൽ മതി. ചിലപ്പോ അവര് സിഗ്ലർ നാറ്റ കാറ്റലിസ്റ്റ് എന്ന് പറയും. നിങ്ങൾക്ക് പോളിമർ ഡിലീറ്റ് ചെയ്തു. അപ്പൊ ആ ചാപ്റ്ററിൽ നിങ്ങൾക്ക് അറിയാം ബക്കറ്റ് ഒക്കെ കണ്ടല്ലേ, ബക്കറ്റ് വീട്ടിലൊക്കെ ബക്കറ്റ്, അത് ഹൈ ഡെൻസിറ്റി പോളിത്തീൻ എന്ന് പറയുന്ന സാധനം കണ്ടാണ്.
അപ്പൊ അതൊക്കെ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാറ്റലിസ്റ്റ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അവിടെയും എടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോ അങ്ങനെ വന്ന സിഗ്ലർ എന്നുള്ള വേർഡ് കണ്ട എന്ത് ഓർത്ത് നോക്കണം, ഇത് ഓർത്ത് നോക്കണം കേട്ടോ. സിഗ്ലർ കാറ്റലിസ്റ്റ് ഹൈഫൺ എഴുതി വെക്കുക. TiCl4 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 plus AlCH3 twice. AlCH3 thrice. കേട്ടോ ഓർത്ത് നോക്കുക. ഇങ്ങനെയാ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. ഇതിന്റെ ഫുൾ ഫോം വേർഡിലുള്ളതും അറിയണം, കാരണം അത് ചോദിക്കുക അങ്ങനെ വരാം. ഇതിന്റെ പേരെന്തായിരിക്കും? ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ്. ഇതെന്തായിരിക്കും? ട്രൈ മീഥൈൽ അലൂമിനിയം. കേട്ടോ ഓർത്ത് നോക്കുക, ഒന്ന് എഴുതി വെക്കുക. ഫുൾ ഫോം എഴുതി വെക്കുക. ടൈറ്റാനിയം ടെട്രാക്ലോറൈഡ് പ്ലസ് ട്രൈമീഥൈൽ അലൂമിനിയം. Then catalyst for Walker process. Catalyst for Walker, WACKER. Catalyst for Walker, WACKER, Walker process. PDCl2, WACKER hyphen PDCl2, Palladium chloride. PDCl2 കേട്ടോ ഓർത്ത് നോക്കാം. PDCl2 അത്രേ ഉള്ളൂ കേട്ടോ ഓർത്ത് നോക്കാം. ഇനി ശ്രദ്ധിക്കുക, ചാപ്റ്റർ കഴിഞ്ഞു. നമ്മൾ ഈ പഠിച്ചേക്കുന്ന ചാപ്റ്റേഴ്സുകളുടെയൊക്കെ ക്വസ്റ്റ്യൻസ് അടുത്ത ക്ലാസ്സിൽ ഈ ബുക്ക് എന്തായാലും കൊണ്ടുവരണം കേട്ടോ. ഇതിന്റെ ബാക്കിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം എന്ന് പറഞ്ഞാൽ പാസ്റ്റ് ഇയർലി ടോപ്പിക് എന്ന് പറഞ്ഞേക്കുന്ന ക്വസ്റ്റ്യൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കോർഡിനേഷൻ കോമ്പൗണ്ടും കൂടി തീർക്കണം കേട്ടോ ഓർത്ത് നോക്കുക. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ കറക്റ്റ് ഓർഡറിൽ ഇതിലുള്ള എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾ പറയുക, ഡിസ്കസ് ചെയ്യുക എന്നുള്ള ഒരു പ്രോസസ്സിലേക്ക് പോകും, കണ്ടന്റ് ഒക്കെ പറഞ്ഞിട്ട് കേട്ടോ ഓർത്ത് നോക്കാം. എങ്കിലേ മാർക്ക് ആവുള്ളൂ അല്ലെ ഓർത്ത് നോക്കാം. പെട്ടെന്ന് നോക്കാം, നമ്മൾ ഈ പഠിച്ചു ചെയ്യുന്നത് കേട്ടോ. ഒരു 2 മിനിറ്റ് എടുക്കുള്ളൂ കേട്ടോ ഓർത്ത് നോക്കാം. 2 മിനിറ്റ് കൂടുതൽ എടുക്കണം കേട്ടോ. അഖിൽ പറയണ കൂടുതൽ എടുക്കണം കേട്ടോ. അടുത്ത ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. എത്ര ക്വസ്റ്റ്യൻ കൂടുതൽ എടുക്കണം പറഞ്ഞു ഉണ്ടോ? എല്ലാവരും ഭയങ്കര പോസിറ്റീവ് ആണല്ലേ. ഗുഡ്. ബുക്കുള്ള ആൾക്കാരൊന്നും എടുത്തു വെച്ചോ. നമ്മൾ ഈ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ 73 എന്നാണ് നോക്കുന്നത് കേട്ടോ. 73 തുടങ്ങുന്നത്. ലാന്തനോയിഡ്സ് ആൻഡ് ആക്ടിനോയിഡ്സ് അവിടെ നിന്ന് തൊട്ട് തുടങ്ങാം. ലാന്തനോയിഡ്സിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഇവിടെ നോക്കാം. പാസ്റ്റ് ഇയറിലെ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ പഠിച്ചതൊക്കെ ചെയ്യാൻ പറ്റുന്നോ നോക്കാം. 19 ചോദിച്ചേക്കുന്നത്. EU2+ ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് വൈ കേട്ടോ ഓർത്ത് നോക്കാം. അവിടെ പറഞ്ഞു EU2+ ഈസ് എ സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആൻഡ് വൈ. അങ്ങനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്ത് എഴുതണം? അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ടോ? EU 4F14 ആണോ 7 ആണോ? എത്രയായിരുന്നു? യൂറോപ്യം 7 കേട്ടോ. YB ആണ് 14. കുഴപ്പമില്ല കേട്ടോ. YBനെയും കൂടി ഓർത്ത് വെക്കണം. അപ്പോ അങ്ങനെ എഴുതാം. എന്നിട്ട് നമ്മൾ എന്ത് പറയണം അല്ലെ? ആ ഇലക്ട്രോൺസ് പോയി F7 എത്തും. F7 എത്തുമ്പോ എന്തായിരിക്കും അത് അല്ലെ? ഓർത്ത് വെക്കുക. സ്റ്റേബിൾ കോൺഫിഗറേഷൻ ആണ്. അതുകൊണ്ടാണ്. ഇതിന്റെ ആൻസർ കീ അപ്പുറത്തുണ്ട്. അപ്പോ ഓർത്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ZR and HF have almost similar atomic radii. Explain. 1 mark ആണ്. അവിടെ പറഞ്ഞു. ZR and HF have almost similar atomic radii. Why? Zirconium and hafnium. എന്തായിരിക്കും റീസൺ? കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. എന്തെഴുതണം? കോൺസിക്വൻസ് ഓഫ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. അടുത്ത ക്വസ്റ്റ്യൻ. നെയിം എ മെമ്പർ ഓഫ് ദ ലാന്തനോയിഡ് സീരീസ് വിച്ച് ഈസ് വെൽ നോൺ ടു എക്സിബിറ്റ് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ഇവിടെ പറ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരുന്ന ലാന്തനോയിഡ്സ് 2 എക്സാമ്പിൾ ഉണ്ട്. ചെറിയാണോ? +2 തന്നെ പഠിക്കും ഞാൻ. യൂറോപ്യം ആൻഡ് YB ട്രിപ്പിയം കേട്ടോ ഓർത്ത് നോക്കുക. കിട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ. ഇപ്പൊ നിങ്ങൾ ഇത് പോയി പഠിച്ചിട്ട് വീട്ടിൽ പോയി നോക്കുക. അപ്പൊ കിട്ടുമോ നോക്കുക. വാട്ട് ആർ ദ ഡിഫറൻസ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് എക്സിബിറ്റ് ബൈ ദ ലാന്തനോയിഡ്സ്? +2 +3 +4 കണ്ടോ ഓർത്ത് നോക്കുക. +2ന്റെ എക്സാമ്പിൾ എഴുതണം. +4ന്റെ എക്സാമ്പിൾ എഴുതണം കേട്ടോ ഓർത്ത് നോക്കുക. +3 എല്ലാവർക്കും വരും. അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫസ്റ്റ് ഇയറിൽ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ ആണ്.
വീണ്ടും സിർക്കോണിയം ഹാഫീനിയം റിപ്പീറ്റേഷൻ 2 പ്രാവശ്യം വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഗീവ് റീസൺ. ദർ ഇസ് എ ഗ്രാജുവൽ ഡിക്രീസസ് ഇൻ ദ സൈസ് ഓഫ് ദ ആറ്റം വിത്ത് ഇൻക്രീസിംഗ് ആറ്റമിക് നമ്പർ ഇൻ ദ സീരീസ് ഓഫ് ദ ലാന്തനോയിഡ്സ്. ഗീവ് റീസൺ. എന്ന് പറഞ്ഞാൽ അത് എന്തിനാണെന്നും കൂടി പറയണം. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ കേട്ടോ, ഓർത്ത് നോക്കുക. അത് എന്താണെന്ന് ആദ്യം പറയാം. അത് കഴിഞ്ഞിട്ട് ഇംപെർഫെക്ഷൻലി. റീസൺ പറയുമ്പോൾ അത് തന്നെയാണ് ആൻസർ കേട്ടോ, ഓർത്ത് നോക്കുക. റൈറ്റ് ആണ്, ഇംപെർഫെക്ഷൻലി. അപ്പൊ അങ്ങനെ കിട്ടണം കേട്ടോ, ഓർത്ത് നോക്കുക. വീണ്ടും റിപ്പീറ്റേഷൻ ഉണ്ട്. അപ്പൊ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, നിങ്ങൾക്ക് ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും. ഇത് നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെയാണ് റിപ്പീറ്റേഷൻ ആയിട്ട് വന്നേക്കുന്നത്, വേറെ ഒന്നും ഇതിലേക്ക് വരില്ല. അപ്പൊ ഈ ഏരിയാസ് ഒക്കെ ഈസിയാണ് ആക്ച്വലി കേട്ടോ, ഓർത്ത് നോക്കുക. ഈ ടോപ്പിക് പഠിച്ചിട്ട് ക്വസ്റ്റ്യൻസ് നോക്കണം കേട്ടോ, ഓർത്ത് നോക്കാം. വൈൻഡപ്പ് ചെയ്യാം കേട്ടോ.